Good evening, all. Good evening, ma'am. Good evening, ma'am. Good Good evening. evening, ma'am. Good evening, miss. Good evening, ma'am. Good How are evening, ma'am. you? How are you all? Good. Fine, ma'am. Fine, ma'am. Fine, ma'am. What about you? Fine, fine. Good. Very good, very good. Going very good. എങ്ങനെയുണ്ട് ക്ലൈമറ്റ് ഒക്കെ മഴയൊക്കെ വെള്ളമൊക്കെ കേറിയാ അവിടെ എവിടെയെങ്കിലും നല്ല തണുപ്പൊക്കെ. വെള്ളം കേറിയിട്ടുണ്ടോ? വെള്ളം Good evening, ma'am. വെള്ളം കയറുന്നതിന്റെ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇവിടെ അങ്ങനെയല്ല. മാമിന്റെ അവിടെ എങ്ങനെയുണ്ട്? ഇവിടെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരെ സിറ്റ് ഔട്ടിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വരെയൊക്കെ മഴ നല്ലോണം ചെയ്തപ്പോ കേറിയായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയി. ഭാഗ്യം. മാം ഏതാ സ്ഥലം? ഞാനിവിടെ കളമശ്ശേരി കൊച്ചി മെഡിക്കൽ കോളേജിന്റെ ഒക്കെ അടുത്തായിട്ട്. ഞങ്ങൾ ഒന്ന് ചെറിയ ടെൻഷനിലായിരുന്നു. ഇനി 2018 ഇനി റിപ്പീറ്റ് ആവുമെന്നൊക്കെ വരെ പേടിച്ച്. പക്ഷെ കുഴപ്പമില്ല, മഴ മാറിയപ്പോ വെള്ളമൊക്കെ വീഡിയോ അതേപോലെ തന്നെ പോയി. വീഡിയോ ആ കണ്ടു. എടപ്പള്ളി അത് ലുലുവിന്റെ എല്ലായിടത്തും അവിടെയൊക്കെ വെള്ളമാണ്. ഭാഗ്യം അതെ മുങ്ങി. അതെ, അതുകൊണ്ടൊരു ടെൻഷനായിരുന്നു. കുഴപ്പമില്ല, മഴ മാറിയപ്പോ അതേപോലെ തന്നെ ഇറങ്ങിപ്പോയി. വാട്സപ്പിലൊക്കെ വന്നായിരുന്നു മിസ്സേ. ആ കൊച്ചിയിൽ എന്തോ മാരേജ് സ്ക്വാഡൊക്കെ പറഞ്ഞിട്ട്. എടപ്പള്ളിയിലൊക്കെ നല്ല വെള്ളം, തൃക്കാക്കര എടപ്പള്ളിയൊക്കെ നല്ല വെള്ളമുണ്ട്. അങ്ങനെ നിങ്ങളുടെ അവിടെ ഒന്നും പ്രശ്നമില്ലല്ലേ? ഇല്ല മാം. ഓക്കെ. ഇതുവരെ മഴ പെയ്യാനിട്ടായിരുന്നു അല്ലേ? അതെ അതെ അതെ, മഴ പെയ്തപ്പോ ഞാൻ അതായി അടുത്ത ടെൻഷൻ. ഇത്രയും നാള് ചൂട് കാരണം ഭയങ്കര പ്രശ്നം വന്നു. ഇപ്പൊ മഴയായി. ഇതുവരെ സഹിക്കാൻ വയ്യാത്ത ചൂടായിരുന്നു. അതെ അതെ ഇപ്പോഴാണെങ്കിൽ അതെ. അപ്പൊ നമുക്ക് എന്നാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്ന് സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മുടെ ക്ലാസ് റൂം ഇംഗ്ലീഷ് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ, ഇനിയാണ് നമുക്ക് ഗ്രാമറിലേക്ക് കിടക്കുന്നത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. മിസ്സേ, ഫസ്റ്റ് യൂണിറ്റില് ലാസ്റ്റ് ഒരു ചെറിയ പോർഷൻ ഉണ്ടായിരുന്നല്ലോ. ആ അത് അത് വലിയ അതൊരു എക്സാമ്പിൾ ആണത്. നമ്മുടെ ഒരു നേരത്തെ ചെയ്ത പോലെ ഒരു ഡോക്ടർ പേഷ്യന്റിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ ചെയ്തില്ല, അതേപോലത്തെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ മിസ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് റീഡ് ചെയ്താൽ തന്നെ അത് Good മനസ്സിലാവും. evening, ma'am. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, Good evening, ma'am. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. എല്ലാരും ഇനി ഒന്ന് മ്യൂട്ട് ചെയ്തേക്കോട്ടാ, മൈക്ക്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. Is the screen visible to you? Yes, miss. യെസ് മാം. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നൗൺസ് ആൻഡ് പ്രോണൗൺസ്. നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിലെ ഫസ്റ്റ് പാർട്ടാണ് ഇത്. അപ്പൊ നൗൺസ് ആൻഡ് പ്രോണൗൺസ്. നൗൺസ് എന്താണെന്നാണ് ആദ്യം നമ്മളിവിടെ പറയാൻ പോകുന്നത്. നൗൺസ്. ഓക്കെ, നൗൺ. The noun is the name of a person, place or thing. Noun എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിലും ഒരു പേഴ്സൺ ആവാം, ഒരു പ്ലേസ് ആവാം, അല്ലെങ്കിൽ ഒരു തിങ്. നമ്മൾ എന്തെങ്കിലും ഒരു പേര് പേരിനെയാണ് കൂടുതലും നൗൺ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതൊരു പേഴ്സൺ ആവാം, അതൊരു പ്ലേസ് ആവാം, അല്ലെങ്കിൽ അതൊരു സാധനമാവാം. എന്തെങ്കിലും അതിനെയാണ് നമ്മൾ നൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയണത്. ഇനി നൗൺസിന്റെ ക്ലാസിഫിക്കേഷൻ പലതരത്തിൽ അത് തരം തിരിച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. നൗൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 kinds. കൂടുതലായിട്ടും 4 രീതിയിലാണ്, കൈൻഡ് ആയിട്ടാണ് ഇത് ക്ലാസിഫൈഡ്. ഫസ്റ്റ് വൺ നമുക്ക് ഈ കോമൺ നൗൺ എന്താന്ന് നോക്കാം. കോമൺ നൗൺ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. കോമൺ, അതായത് കോമൺലി നമുക്ക് കാണാൻ പറ്റുന്ന, സാധാരണഗതിയിൽ കാണാൻ പറ്റുന്ന സാധനങ്ങളെ നമ്മൾ കോമൺ നൗൺസ് എന്ന് വിളിക്കും. ഇപ്പൊ എന്തൊക്കെയാണ് എക്സാമ്പിള്? ബോയ്, കിങ്, റിവർ, സ്റ്റേറ്റ്, ട്രീ, ചെയർ, കൗ, ഇതെല്ലാം എക്സാമ്പിൾ ആണ്. ഇത് മാത്രമല്ല ഗേൾ, സ്കൂൾ, ടേബിൾ, ചെയർ, അങ്ങനെ സാധാരണ നമ്മ ഒരു എല്ലാ കോമൺലി കാണുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് കോമൺ നൗൺ ആയിട്ടാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്, സാധാരണ ഒരു ജനറലി നമ്മൾ പറയണത്. ഇനി രണ്ടാമത് വരുന്നതാണ് ഈ പ്രോപ്പർ നൗൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗേൾ എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണല്ലോ. ഇപ്പൊ ആ ഗേളിന് നമ്മൾ ഒരു പേര് കൊടുക്കണേണ്, ഒരു സ്പെസിഫിക് ആയിട്ട് ആ ഗേളിന് നമ്മ നിഷ, ഇവിടെ കണ്ടില്ലേ നിഷ എന്ന ഒരു
പേര് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണേണ്. ആ കോമൺ നൗൺ ആയ ഗേളിന്, ഗേൾ എന്ന് പറഞ്ഞാൽ അത് കോമൺ നൗൺ ആണ്. ഗേളിന് ഒരു പേര് കൊടുക്കണേ. നിഷ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിഷ എന്ന് പറയണത് എന്തായി മാറും? പ്രോപ്പർ നൗൺ ആയി മാറും. അപ്പൊ കോമൺ നൗൺ എന്താണ്? സാധാ കോമൺലി കാണുന്ന കുറച്ച് ഒബ്ജക്ട്സോ പേഴ്സൺസോ അല്ലെങ്കിൽ പ്ലേസസിനോ നമ്മ കോമൺ ആയിട്ട് കാണുന്ന എന്ന് പറയും. അതിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ഒരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒന്നും കൂടി ഒരു എംഫസൈസ് ചെയ്ത് ഒരു ഇത്രയും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് എ പ്രോപ്പർ നൗൺ. അപ്പൊ പ്രോപ്പർ നൗണിനുള്ള എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. വർഗീസ്, കണ്ണൂർ, തമിഴ്നാടു, തേൻ. ഇപ്പൊ വർഗീസ് എന്ന് പറയുന്നത് അതൊരു ബോയ് അല്ലെങ്കിൽ ഒരു മാന് ഉള്ള ഒരു പ്രോപ്പർ നൗൺ. അതെ, ഒരാളുടെ പേരല്ലേ അത്. ഒരു പ്രത്യേകിച്ച് ഒരു പേരെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ നൗൺ ആണ്. അതേപോലെ തന്നെ കണ്ണൂർ അതൊരു പ്ലേസ് ആണ്. അപ്പൊ നമുക്ക് ഡിസ്ട്രിക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ നമുക്കത് കോമൺ നൗൺ ആണ്. പക്ഷെ ആ ഏത് ഡിസ്ട്രിക്റ്റ് ആണ് ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കണ്ണൂർ ഡിസ്ട്രിക്ട്, കണ്ണൂർ എന്ന് പറയുന്നത് പ്രോപ്പർ നൗണായി മാറും. അതേപോലെ തന്നെയാണ് എല്ലാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്കൂൾ, സ്കൂൾ എന്ന് പറയുന്നത് അതൊരു കോമൺ നൗൺ ആണ്. കോമൺലി കാണുന്ന ഒരു ജനറൽ ഫോം ആണത് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാനത് രാജഗിരി സ്കൂൾ അല്ലെങ്കിൽ ടാലന്റ് പബ്ലിക് സ്കൂൾ എന്നെങ്കിൽ ഒരു എംഫസൈസ് ചെയ്ത് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തൊരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർ നൗൺ. അപ്പോൾ അതാണ് കോമൺ നൗണും പ്രോപ്പർ നൗണും തമ്മിലുള്ള വ്യത്യാസം. കോമൺ നൗൺ ഒന്നും കൂടി ഞാൻ പറയാം. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ കാണുന്ന, കോമൺലി കാണുന്ന, സാധാരണയായി കാണുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കോമൺ നൗൺസ് ആയിട്ട് പറയും. അതിന് ഒരു പ്രത്യേകിച്ച് ഒരു പേരോ അതിന് ഇത്തിരി കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പേരായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയും. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഇത് കോമൺ നൗണും പ്രോപ്പർ നൗണും ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ അതാണ് കോമൺ നൗണും പ്രോപ്പർ നൗണും. ഇനി അടുത്തതാണ് ആബ്സ്ട്രാക്ട് നൗൺ. തേർഡ് വൺ ആണ് ആബ്സ്ട്രാക്ട് നൗൺ. ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേപോലെ കോമൺലി നമുക്ക് നമ്മുടെ സെൻസസ് വെച്ച് അളക്കാൻ പറ്റാതെ, അതായത് ഇപ്പൊ നമുക്കൊന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ഫീൽ ചെയ്യാനേ പറ്റുന്നുള്ളൂ. ഇപ്പൊ ഒന്ന് എക്സാക്ട്ലി ഒരു നമ്പർ എടുത്ത് പറയാനോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. അത് നമ്മൾ ഫീൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങള് നമ്മൾ ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയും. ഇപ്പൊ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മരണം, സൗന്ദര്യം, യൗവനം, പിന്നെ പേഷ്യൻസ് എന്ന് വെച്ചാൽ ഇത് ക്ഷമ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആബ്സ്ട്രാക്ട് നൗൺ, അത് നമുക്ക് ഒന്നെങ്കിൽ ഫീൽ ചെയ്ത് പറയാൻ പറ്റുന്ന കുറച്ച് നൗൺസ് ആണ് ആബ്സ്ട്രാക്ട് നൗൺസ്. ഇതേപോലെ ഹാപ്പിനെസ്, സിമ്പിൾ എക്സാമ്പിൾ ഹാപ്പിനെസ്, സന്തോഷം, അതങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഇംഗ്ലീഷിലുള്ള കുറച്ച് ആ ടൈപ്പ് നമ്മുടെ ഫീലിങ്സിന്, ഡിസ്ഗസ്റ്റ്, പ്ലഷർ, ജോയ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഫീലിങ്സിന് നമുക്ക് കൊടുക്കുന്ന പേരാണ് ആബ്സ്ട്രാക്ട് നൗൺസ്. അപ്പം കോമണും പ്രോപ്പറും അല്ലാത്ത വേറൊരു വിഭാഗമാണ് ഈ ആബ്സ്ട്രാക്ട് നൗൺ. ഇതേപോലെ ബ്യൂട്ടി, ജോയ്, സാഡ്നെസ്, സങ്കടം, സന്തോഷം, യൗവനം, പിന്നെന്താ ക്ഷമ, അങ്ങനെയുള്ള കുറച്ച് നമ്മുടെ ആ ഫീലിങ്സിനെ നമ്മൾ അതിൽ പെടുമോ മാഡം? എന്താണ് ലോ സ്പീഡ് അതൊക്കെ പെടുമോ? അതല്ല സ്ലോ. അതിന് പകരം നമ്മുടെ ഫീലിങ്സ്, നമുക്ക് എന്തെങ്കിലും സന്തോഷം, അങ്ങനത്തെ ഒരു ഡിസ്ഗസ്റ്റ്. ഇപ്പൊ സ്ലോയിന് പകരം സ്ലോ എന്ന് പറയാൻ സ്ലോനെസ്, അത് ആബ്സ്ട്രാക്ട് നൗണായിട്ട് പറ്റും. ആ ഒരു സംഭവം, ആ ഒരു ഫോമിനെ നമുക്ക് ആബ്സ്ട്രാക്ട് നൗണായിട്ടൊക്കെ എടുക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫാസ്റ്റ് എന്ന് പറയുന്ന വേഗത, മലയാളത്തിലാണ് വേഗത, അത് ആബ്സ്ട്രാക്ട് നൗൺ ആണത്. കറക്റ്റ് ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അതില് കുറച്ച് സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ആബ്സ്ട്രാക്ട് നൗൺ ആണെന്ന് പറയണത്. ഓക്കെ, ഇനി ഇമോഷൻസ്. യെസ്, ഇമോഷൻസ് നമുക്ക് ആബ്സ്ട്രാക്ട് നൗൺ ആയിട്ട് തന്നെ അത് വരും, ഇമോഷൻസ്. ഓക്കെ, ദെൻ അടുത്തൊരു ഫോമാണ് കളക്റ്റീവ് നൗൺ. അത് ആ പേര് തന്നെ ഉണ്ട്. കളക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് ബഞ്ച് ഓഫ് തിങ്സ് അല്ലെ, കുറച്ച് ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ കൂട്ടത്തിൽ പറയണതാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഫ്ലവേഴ്സിന്റെ. എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് നമ്മൾ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയും. അപ്പൊ അതേപോലെ അങ്ങനെ കുറച്ച് വേർഡ്സിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺസ് ആണ് പറയണത്. ഇതുപോലെ സ്ക്വാഡ്രം, ബഞ്ച്, പക്ക്, ടീം, ഇതെല്ലാം കളക്റ്റീവ് നൗൺസിന്റെ എക്സാമ്പിൾസ് ആണ്. ബഞ്ച് ഓഫ് കീസ്,
താക്കോൽ കൂട്ടത്തിന് നമ്മൾ അങ്ങനെയല്ലേ പറയാം, ബഞ്ച് ഓഫ് കീസ്. പിന്നെ അതേപോലെ ഓർക്കസ്ട്ര ഓഫ് മ്യൂസീഷ്യൻസിന് ഓർക്കസ്ട്ര. അപ്പൊ ആ ഒരു കൂട്ടമല്ലേ, ഒരാളോ രണ്ടാളോ, അതൊരു കൂട്ടമല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആ കൂട്ടത്തോടെ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് നൗൺസിനെ നമ്മൾ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ, പാക്ക് ഓഫ് വുൾഫ്സ്, ചെന്നായ്ക്കളുടെ ഒരു കൂട്ടം, അതിനെ നമ്മൾ പാക്ക് ഓഫ് വുൾഫ്സ്. അപ്പൊ ആ പാക്ക് ഓഫ് അതിനെ നമുക്ക് കളക്റ്റീവ് നൗൺ ആയിട്ട് പറയാം. ഇതാണ് കളക്റ്റീവ് നൗൺ. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ കോമൺലി ആയിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജനറലി നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള എല്ലാവരും നമുക്ക് കോമൺ നൗൺ ആയിട്ട് വിശേഷിപ്പിക്കാം. അതിന് ഇത്തിരിയും കൂടെ ഒരു എംഫസൈസ്, ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ പ്രോപ്പർ നൗൺ. ഒരു നെയിം ആയിട്ട് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് എ പ്രോപ്പർ നൗൺ. ദെൻ കംസ് ആബ്സ്ട്രാക്ട് നൗൺ. ദോസ് ആർ ദ നൗൺസ് വിച്ച് ആർ ഓൺലി ഫെൽറ്റ് ബൈ us. നമുക്ക് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ്, ഫീലിങ്സ്, അതിനെ നമുക്ക് ആബ്സ്ട്രാക്ട് നൗൺസ് ആയിട്ട് പറയാം. ദെൻ കംസ് കളക്റ്റീവ് നൗൺസ്. കളക്റ്റീവ്, ആ പേരിൽ നിന്ന് തന്നെ കൂടുതലും നമുക്ക് ഇങ്ങനത്തെ ഈ പേരുകളിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടിയിരിക്കുന്നു. ആ പേര് കിട്ടുമ്പോൾ തന്നെ ആ ഒരു ഐഡിയ കിട്ടി. കളക്റ്റീവ്, ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കളക്ഷൻസ്, ഗ്രൂപ്പ് ഓഫ് സംതിങ്, എന്തെങ്കിലോ ഒന്നിൽ കൂടുതലോ ഉള്ള ഒരു സാധനങ്ങളെയാണ് കളക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ഓഫ്, ഇംഗ്ലീഷിൽ കുറച്ച് ആ ഗ്രൂപ്പ് ഓഫ് സാധനങ്ങൾ നമ്മൾ വിശേഷിപ്പിക്കുന്ന കുറച്ചു നൗൺസ് ആണ് കളക്റ്റീവ് നൗൺസ്. ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്നോ രണ്ടോ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. വേണമെങ്കിൽ കോമൺ നൗൺ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നോട്ട് ചെയ്ത് എഴുതിക്കോ. കോമൺ നൗൺ ഇസ് സംതിങ് വിച്ച് വി ക്യാൻ കോമൺലി സീ. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കോമൺ നൗൺ എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് ഇറ്റ് ഇസ് സംതിങ് വിച്ച് വി commonly see around us. Which we commonly see around us. Ma'am, ഒന്നുകൂടി പറയോ? Which we commonly see around us. See, S-E-E, see. See around us. കോമൺ നൗൺസ് അത് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇടാ, എന്നിട്ട് എഴുതാ ഇറ്റ് ഈസ് സംതിങ് വിച്ച് വി ക്യാൻ സീ അറൌണ്ട് അസ്. വിച്ച് വി ക്യാൻ കോമൺലി, കോമൺലി എന്ന് ആഡ് ചെയ്തോ. വിച്ച് വി ക്യാൻ കോമൺലി സീ അറൌണ്ട് അസ്. വിച്ച് വി ക്യാൻ കോമൺലി സീ അറൌണ്ട് അസ്. എക്സാമ്പിൾ, ഇവിടെ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും ഒരു 2 എക്സാമ്പിൾ നിങ്ങൾ എഴുതി വെച്ചു. ബോയ്, കിങ്, സ്കൂൾ, ചെയർ, ഏതെങ്കിലും ഒരു 2 എക്സാമ്പിളും കൂടെ അവിടെ എഴുതി വെച്ചു. കോമൺ നൗൺ is something which we can commonly see around us. Which we can commonly see around us. Examples are boy, school, girl, table, chair. ഏതെങ്കിലും ഒരു, you can write any 2 examples. നെക്സ്റ്റ്, പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഇത്രയും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണേ. വെൻ വി ആർ ഗിവിംഗ് മച്ച് മോർ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ when we are giving a specific name to a common noun, it becomes a proper noun. അപ്പൊ എഴുതിക്കോ, പ്രോപ്പർ നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതിക്കോ. when a common noun is given a name, ഞാൻ ഒന്നുകൂടി പറയാം. when a common noun is given a name, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് നെയിം, given a specific name, then it becomes a proper noun. I repeat, when a common noun is given a specific name, when a common noun is given a specific name, it becomes a proper noun. It becomes a proper noun. Okay, എല്ലാവരും എഴുതിയില്ലേ? Yes, ma'am. അടുത്തത് ആബ്സ്ട്രാക്ട് നൗൺ. ആബ്സ്ട്രാക്ട് നൗൺ, ഇതില് പ്രോപ്പർ നൗണിൽ അവിടെ എക്സാമ്പിൾസ് എന്തെങ്കിലും എഴുതി വെച്ചോട്ടാ. ഇപ്പൊ നിങ്ങൾ കോമൺ നൗണിനെ എഴുതിയ അതേ എക്സാമ്പിളിന്റെ അതേ ഇതിന് പറ്റിയ ഒരു പ്രോപ്പർ നൗൺ എഴുതാൻ നോക്കട്ടെ എല്ലാവരും. ഇപ്പൊ കോമൺ നൗൺ നിങ്ങൾ ബോയ് ആണ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ നൗൺ ആയിട്ട് ഒന്ന് എഴുതി നോക്ക്. ബോയിന് പകരം ഇപ്പൊ അരുൺ എഴുതാ, അല്ലെങ്കിൽ രാജു,
ജോൺ അങ്ങനെ എന്തെങ്കിലും എഴുതാം. അപ്പൊ വേറെ സ്കൂളിൽ നിന്നാണ് എഴുതിയെങ്കിൽ അതിന് പറ്റിയ ഏതെങ്കിലും ഒരു നെയിം എഴുതാം. അങ്ങനെ എഴുതി നോക്കട്ടെ എല്ലാവരും. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇപ്പൊ ഗേൾ എന്നാണെങ്കിൽ ഗേളിന് പറ്റിയൊരു പേര് പ്രോപ്പർ നൗണിന്റെ എക്സാമ്പിളിൽ എഴുതാം കേട്ടാ. അങ്ങനെ എഴുതാൻ നോക്കട്ടെ എല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് ആണ് ആബ്സ്ട്രാക്ട് നൗൺസ് വരുന്നത്. അപ്പൊ ആബ്സ്ട്രാക്ട് നൗൺ ഇറ്റ് ഷോസ് ഫീലിങ്സ് ഓർ ഇമോഷൻസ്. അത് എഴുതി വെച്ചു. ആബ്സ്ട്രാക്ട് നൗൺസ് ഹൈഫൻ ഇട്ടിട്ട് ഇറ്റ് ഷോസ് ഫീലിങ്സ് ഓർ ഇമോഷൻസ്. ഓർ ഒരു നോട് എഴുതിക്കോട്ടെ. ഓർ ക്വാളിറ്റി, ക്വാളിറ്റിയും കൂടെ ഒന്ന് ആഡ് ചെയ്തു. ക്വാളിറ്റീസ് QUALITY. ഇറ്റ് ഷോസ് ഫീലിങ്സ്, ഇമോഷൻസ് ഓർ ക്വാളിറ്റി. ക്വാളിറ്റി ഒന്നുകൂടി പറഞ്ഞൂടെ. ആബ്സ്ട്രാക്ട് നൗൺ എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് ഇറ്റ് ഷോസ് ഫീലിങ്സ്, ഫീലിങ്സ് കോമ സോറി ഇമോഷൻസ് ഓർ ക്വാളിറ്റി QUALITY. ക്വാളിറ്റി. ഓക്കെ, എക്സാമ്പിൾസ് പറയാം. മിസ് ഇപ്പൊ ഈ രണ്ടാമത്തെ പ്രോപ്പർ നൗൺ പറഞ്ഞില്ലേ? അപ്പൊ നമ്മള് യെല്ലോ കളർ അങ്ങനെ പറയണതൊക്കെ ഈ വിശേഷണങ്ങൾ ചേർത്ത് പറയണതെന്നല്ലേ ഉദ്ദേശിച്ച്? ഇപ്പം കോമൺ നൗണിൽ ഇപ്പൊ കളർ എന്നാണ് എഴുതെങ്കിൽ പ്രോപ്പർ നൗൺ യെല്ലോ. യെല്ലോ അങ്ങനെ ഇത്തിരി കൂടെ. അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഫ്ലവർ അങ്ങനെയൊക്കെ പറയുമ്പോ അല്ല ബ്യൂട്ടിഫുൾ ഫ്ലവർ അത് പ്രോപ്പർ നൗൺ ആവില്ല. പേര് കൊടുക്കണം. ഇപ്പൊ ഫ്ലവറിന് ഒരു സ്പെസിഫിക് ആയിട്ട് പേര് കൊടുക്കണം. അപ്പോഴാണ് അതവിടെ പ്രോപ്പർ ആവുന്നത്. ഇപ്പം ഒരു സ്ഥലത്തിന്റെ പേര് ഇപ്പൊ നമുക്ക് പ്ലേസ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞിട്ടുള്ളൂ. പ്ലേസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പ്രോപ്പർ നൗൺ എനിക്ക് എറണാകുളം കൊടുക്കും. അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ അത് കോമൺ നൗൺ ആണ്. പ്രോപ്പർ നൗൺ ആവണമെങ്കിൽ അതിന് എറണാകുളം അല്ലെങ്കിൽ കണ്ണൂർ എന്നൊന്ന് സ്പെസിഫൈ ചെയ്ത് ഒരു പ്രത്യേക പേര് കൊടുക്കണം. അപ്പോഴാണ് അത് പ്രോപ്പർ നൗൺ ആവുന്നത്. ഫ്ലവർ ഒക്കെ പറയുമ്പോ ഇപ്പൊ റോസ് ചെയറിന് ഇപ്പൊ എന്തെങ്കിലും ഒരു കമ്പനിയുടെ പേര്, ചെയറിന്റെ അങ്ങനെ എന്തെങ്കിലും കമ്പനിയുടെ പേര് അങ്ങനെയുള്ളോ? അത് പ്രോപ്പർ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ സ്പെസിഫിക് പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ ആവണേ. കോമൺലി നമ്മൾ പറയുന്നതിന് പകരം ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ മാം. ഓക്കെ മാം ട്രീയും അങ്ങനെ തന്നെയാണോ? ട്രീന് പകരം ഇപ്പൊ എന്തെങ്കിലും ട്രീക്ക് ഇപ്പൊ എന്ത് പ്രോപ്പർ നൗൺ പറയും? ഇപ്പം മാംഗോ ട്രീ, ബനിയൻ ട്രീ അങ്ങനെയൊക്കെ വരുമ്പോ അത് പേരെടുത്ത് എന്തെങ്കിലും പറയാം. ഒക്കെ തന്നെ. കൂടുതലും പേരുകൾ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ അതാണ് പ്രോപ്പർ നൗൺ കൂടുതലും ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആളുകളായാലും ആളുകൾക്കും പ്ലേസസിനും തിങ്സ് കുറച്ചാണ് ഒരു കാറ്റഗറിയിൽ വന്നുള്ളെങ്കിലും പ്ലേസസ് പേഴ്സൺസിനൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് പേര് കൊടുക്കാമല്ലോ. അപ്പൊ അതാണ് പ്രോപ്പർ നൗൺസിൽ വരുന്നത്. ഓക്കെ, ആബ്സ്ട്രാക്ട് നൗണിന്റെ എക്സാമ്പിൾ എഴുതി വെച്ചോട്ടെ. ഏതെങ്കിലും 2 എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാം. ഹാപ്പിനെസ്, സാഡ്നെസ്, ഡിസ്ഗസ്റ്റ്, ജോയ് ഏത് വേണമെങ്കിലും എഴുതാട്ടോ. ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതിയോ. മാം അതില് ബ്യൂട്ടിഫുൾ, ബ്യൂട്ടി അതാണ് കേട്ടോ കറക്റ്റ് നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ. അടുത്തതാണ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ അത് എന്താ എഴുതാ? ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് നൗൺസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് നൗൺസ്. അത് എഴുതാം. ഇറ്റ് ഇസ് എ കളക്ഷൻ ഓർ ഗ്രൂപ്പ് ഓഫ് നൗൺസ് എന്ന് എഴുതിക്കും. കളക്റ്റീവ് നൗൺസ് എന്നിട്ട് ഹൈഫൺ ഇടാ. ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓർ എ കളക്ഷൻ ഓഫ് നൗൺസ്. ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓർ കളക്ഷൻ ഓഫ് നൗൺസ്. ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓർ കളക്ഷൻ ഓഫ് നൗൺസ്. ശരിക്കും ഇനി ഒരു നൗണും കൂടി ഇല്ലേ? മെറ്റീരിയൽ നൗൺ ഇല്ലേ? ഉണ്ട്. അത് ബ്രോഡ് കാറ്റഗറിയിലാണ് വന്നത്. അത് നമുക്ക് പറയാം. ഉണ്ട്, മെറ്റീരിയൽ നൗൺ ഉണ്ട്. ആബ്സ്ട്രാക്ട് നൗണിന്റെ ഒപ്പം വന്നതാണ് മെറ്റീരിയൽ നൗൺ. അതുണ്ട് ശരിക്കും. അത് നമുക്ക് ഒന്നും കൂടി ബ്രോഡ് കാറ്റഗറിയിൽ വരുമ്പോഴുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഇനി അൺകൗണ്ടബിളും കൗണ്ടബിളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മളത് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഈ കളക്റ്റീവ് നൗൺ എല്ലാവരും എഴുതിയോ?
യെസ് മാം എഴുതി. അപ്പൊ എക്സാമ്പിൾ എഴുതിക്കോ. എക്സാമ്പിൾ എഴുതിക്കോ. ഏതെങ്കിലും രണ്ട് എഴുതാം, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, അതാവുമ്പോ എല്ലാവർക്കും നല്ല അറിയാവുന്നതല്ലേ. BOU ഇത് ലെജിബിൾ അല്ലെന്ന് തോന്നുന്നു. പ്രസന്റേഷൻ പ്രസന്റേഷൻ മിസ്സായിട്ടുണ്ട് മാഡം. ആ ഇപ്പൊ ഓക്കെ കാണുന്നുണ്ടോ? ഇല്ല ഇല്ല മാം. ഇല്ല ഇല്ല ഇല്ല. ഇല്ല മാം കാണുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടോ? യെസ് മാം കാണുന്നുണ്ട്. കാണുന്നുണ്ടോ ഇപ്പൊ? സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ആ, കളക്റ്റീവ് നോൺ അല്ലേ? കാണുന്നുണ്ട് മാം. ആ ഓക്കെ. ഇനി എല്ലാരും മൈക്ക് ഒന്ന് മ്യൂട്ട് യുവർ മൈക്സ്. എന്ന് പറയുന്നത് എന്താ മാം? ഓ സ്ക്വാഡ്രം എന്ന് പറയുന്നത് അതും ഒരു കളക്റ്റീവ് നൗൺ ആണ്. ഇപ്പൊ ഈ അതിന്റെ ബഞ്ച് മീനിങ് ബൊക്കെ, എന്താ? അതും Meaning എന്താ? അത് ബഞ്ച് ബൊക്കെ എന്നൊക്കെ പറയണ പോലെ ഒരു കളക്റ്റീവ് നൗൺ തന്നെയാണ്. അതിനൊരു പുതിയൊരു വാക്ക്, വേറൊരു വാക്കാണ് സ്ക്വാഡ്രം. പല പല ഇതിനും പല പല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് എന്നൊക്കെ പറയണ പോലെ ഓരോരോ പീപ്പിൾസിനൊക്കെ ക്രൗഡ് എന്നല്ലേ വരിക? ക്രൗഡ് അതെ അതേമാതിരി ക്രൗഡ് പറയും. ഓരോ സാധനത്തിനും പല പല names ആണുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കളക്റ്റീവ് നൗണാണ് അത്. നമ്മൾ ബെഞ്ച് ഓഫ് ഗ്രേപ്സ് എന്നാണല്ലോ പറയാ. ഗ്രേപ്സ് ഒക്കെ ബെഞ്ച് അങ്ങനെ എന്തൊക്കെയോ പറയും. അങ്ങനെയാണ് തോന്നുന്നത്. എന്തിന്റെയോ ഒരു കളക്റ്റീവ് ആയിരിക്കും. ഈ കിലോഗ്രാം, കിലോമീറ്റർ അതൊക്കെ അതിലാ വരിക? ഇല്ല അതൊന്നും വരൂല. അതൊക്കെ മെറ്റീരിയൽ വരും. കിലോഗ്രാം ഒക്കെ മെറ്റീരിയൽ വരും. അത് നമുക്ക് അടുത്ത പോർഷനിൽ വരുന്നുണ്ട്. മെറ്റീരിയൽസ് പറയുന്നത്. ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കളക്റ്റീവ് നോൺ അല്ലേ? ക്ലാസ് യെസ്. അപ്പൊ ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് അത് കളക്റ്റീവ് ആണത്. പാക്ക് ഓഫ് ഗുഡ്സ്. ആർമി വരും. യെസ്, വെരി ഗുഡ്. ആർമി അതൊരു കളക്റ്റീവ് നൗൺ ആണ്. അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഗ്രൂപ്പിനെ പറയണ ഇതെല്ലാം കളക്റ്റീവ് നൗൺസ് ആണ്. ഓക്കെ വെരി ഗുഡ്. അപ്പൊ നമുക്ക് അപ്പൊ എക്സാമ്പിൾസ് ഏതെങ്കിലും ഒരു 2 എക്സാമ്പിൾസ്, ഈസി ഉള്ള ഏതെങ്കിലും 2 എക്സാമ്പിൾസ് എഴുതി വെക്കാം കേട്ടോ. ബൊക്കെ ഓഫ് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ബഞ്ച് ഓഫ് ഗ്രേപ്സ് അല്ലെങ്കിൽ ബഞ്ച് ഓഫ് കീസ്, അങ്ങനെ എന്തെങ്കിലും. ജൂറി ഒക്കെ നല്ല, ജൂറി ഓഫ് ജഡ്ജസ്, ഏതെങ്കിലും 2 നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണ ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതി വെച്ചു. നെക്സ്റ്റ് അടുത്തത് ഫങ്ഷൻസ് ഓഫ് എ നൗൺ. നൗണിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. ഫങ്ഷൻസ് ഓഫ് എ നൗൺ എന്താണ്? കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ഇസ് മൈ വോയിസ് ഓഡിബിൾ ടു എവരിവൺ? യെസ് മാം. ഓക്കെ. ഇനി മ്യൂട്ട് ചെയ്തു. ഇനി നമ്മള് ഫങ്ഷൻസ് ഓഫ് നൗൺസ്, നൗൺസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കി ഫസ്റ്റ് സെന്റൻസിൽ നോക്കി, ഗൗരി. നിങ്ങൾ എല്ലാവരും ഈ എക്സാമ്പിൾ ശ്രദ്ധിച്ചു കേട്ടാ. ഗൗരി സ്ലെപ്റ്റ്. ഇവിടുത്തെ നൗൺ ഏതാ? ഗൗരി സ്ലെപ്റ്റ്. ആരും ഒരാള് ഉറങ്ങിയിട്ടുണ്ട്. അവരുടെ പേരാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഗൗരിയാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ നൗൺ? അല്ലെ, ഗൗരി എന്താണ്? പ്രോപ്പർ നൗൺ ആണോ കോമൺ നൗൺ ആണോ? യെസ് വെരി ഗുഡ്. അപ്പൊ ഞാൻ അവിടെ ഗൗരിക്ക് പകരം എ ഗേൾ സ്ലെപ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോമൺ ആയിരിക്കോ പ്രോപ്പർ ആയിരിക്കോ? ഓക്കെ വെരി ഗുഡ്. അതാണ്. ഇനി അടുത്തത് ഇപ്പൊ ഇവിടെ വന്നേ ഈ എക്സാമ്പിൾ ഗൗരി സ്ലെപ്റ്റ് അത് ഇപ്പൊ സബ്ജക്റ്റ് ആയിട്ടാണ്, ഒരു വേർബിന്റെ സബ്ജക്റ്റ് ആയിട്ടാണ്. അത് നിങ്ങൾ അത് നോക്കണ്ട. ഈ എക്സാമ്പിൾസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. അടുത്ത എക്സാമ്പിൾ നോക്കി, ഐ ലൈക്ക് പ്രിയ. അവിടുത്തെ നൗൺ എന്താണ്?
പ്രിയ. അടുത്ത ഐ സ്പോക്ക് തോമസ്. ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് നൗൺസ് ഏതൊക്കെയാണ് നൗൺസ് എന്ന് എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? ഇനി ഐ തോമസ്, അവിടെ ഏതാണ്? തോമസ് ആണ് അവിടുത്തെ നൗൺ. ഷീ ഇസ് എ പൈലറ്റ്. ഷീ ഇസ് എ പൈലറ്റ്. അപ്പൊ അവിടെ എന്താണ്? പൈലറ്റ് ആണ് അവിടുത്തെ നൗൺ. കേട്ടോ? അതാണ് പൈലറ്റ് ആണോ? രണ്ടും പൈലറ്റ് ആണ് കേട്ടോ. ഷീ എന്ന് പറയുന്നത് പ്രോപ്പർ പ്രോണൗൺ ആയിട്ട് വരും. അത് അടുത്ത സെക്ഷൻ. ഇപ്പൊ നമ്മൾ നൗൺസ് മാത്രമേ നോക്കുന്നുള്ളൂ, വേർബ്സ് നോക്കുന്നില്ല. അതാണ് ഞാൻ ഈ പോർഷൻ ഇപ്പുറത്തെ പോർഷൻസ് പറയാതിരുന്നതാണ്. നിങ്ങൾ എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആക്കണ്ട. അപ്പൊ ഈ എക്സാമ്പിൾസ് മാത്രം, ഈ എക്സാമ്പിൾ ഞാൻ ഈ സർക്കിൾ ചെയ്തിട്ട് ഈ എക്സാമ്പിൾ മാത്രം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ നൗണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? ഏതാണ് നൗൺ എന്ന് ക്ലിയർ അല്ലേ? ഗൗരി അല്ല ഷീ അല്ല, പൈലറ്റ് ആണ് അവിടെ നൗൺ. ഷീ എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്. അത് അടുത്ത സെക്ഷൻ ആണ്. ഇതിപ്പോ നമ്മ നൗണ് മാത്രം പൈലറ്റ് ആണ് അവിടുത്തെ. പൈലറ്റ് കോമൺ അല്ലേ? ഇപ്പൊ പൈലറ്റിന് നമ്മളൊരു പേര് കൊടുത്ത ഒരു പേര് സ്പെസിഫിക് ആയിട്ട് ഒരു സർ അർണോൾഡ് അല്ലെങ്കിൽ സർ വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷീ ഓർ ഹി ബിക്കംസ് എ പ്രോപ്പർ നൗൺ. അപ്പൊ അത് കോമൺ നൗൺ ആണ്. സാധാ ഒരു പൈലറ്റ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇറ്റ് ഇസ് എ കോമൺ നൗൺ. ഓക്കെ, ഇത് ഇപ്പൊ എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? നൗൺസ് ഏതാണ്? ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ നൗൺ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? ഇത് നോട്ട് ചെയ്യണമോ? യെസ് മാം. ഇത് നോട്ട് ചെയ്യണ്ട. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് നൗൺസ് ഏതാന്ന് മനസ്സിലാവുന്നുണ്ടാന്ന് അറിയിക്കാൻ വേണ്ടി തന്നേക്കുന്ന എക്സാമ്പിൾ ആണ്. അടുത്ത് നോക്കാം. അടുത്ത സെക്ഷൻ ആണ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. ഇവിടെ കണ്ട കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. അപ്പൊ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ പറ്റണം, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന, എക്സാക്ട്ലി നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് നൗൺസിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് നൗൺസ് ബ്രോഡ്ലി, ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ ആ 4 kinds അല്ലാണ്ട് ബ്രോഡ്ലി ആയിട്ട് നൗൺസ് 2 തരത്തിലാണ് ശരിക്കും ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. കൗണ്ടബിളും അൺകൗണ്ടബിളും. നമുക്ക് കൗണ്ട് ചെയ്യാൻ എക്സാക്ട്ലി ഒരു നമ്പർ 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസും, അതല്ലാണ്ട് അൺകൗണ്ടബിൾ ചിലത് നമുക്ക് 1 2 3 കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ നമുക്ക് വേ ചെയ്യാനായിരിക്കും പറ്റുള്ളൂ, അളന്ന് നോക്കി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഓയിൽ അല്ലെങ്കിൽ അരി, ഗ്രെയിൻസ് ഓർ റൈസ് ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് അളക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ അൺകൗണ്ടബിൾ നൗൺസിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. ഞാൻ ജസ്റ്റ് ഒരു ഒന്ന് ആ ഫ്രേസ് ഒന്ന് ഫെമിലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് കൗണ്ടബിളും അൺകൗണ്ടബിൾ. അപ്പൊ 2 തരത്തില് നൗൺസ് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കൗണ്ടബിളും അൺകൗണ്ടബിളും. കൗണ്ടബിൾ ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടും. കൗണ്ടബിൾ കൗണ്ട് ചെയ്യാൻ പറ്റണ നൗൺസിനെയാണ് കൗണ്ടബിൾ എന്ന് പറയുന്നത്. അൺകൗണ്ടബിൾ അതിന്റെ ഓപ്പോസിറ്റ്, ചിലത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അതിനെ അൺകൗണ്ടബിൾ എന്നും പറയും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. Nouns are divided into 2 major groups. Nouns 2 മേജർ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. കൗണ്ടബിൾ നൗൺസ് ആൻഡ് ഇവിടെ കൗണ്ട് നൗൺസ് ഓർ അൺകൗണ്ടഡ് നൗൺസ് എന്നും പറയാം. കൂടുതൽ നല്ലത് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. നിങ്ങൾ അങ്ങനെ റെഫർ ചെയ്താൽ മതി കേട്ടോ. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ, അതാണ് സ്റ്റാൻഡേർഡ് ഫോം. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. അപ്പോൾ 2 മേജർ പോർഷൻസ് ആയിട്ട് നൗൺസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൗണ്ടബിൾ നൗൺസ് ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. ആസ് ദ നെയിം സജസ്റ്റ്, ആ പേര് പറയുന്ന പോലെ തന്നെ നൗൺസ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ്, nouns which can be counted are known as എന്ത്? Countable. Can be counted are known as countable. Whereas nouns which cannot be counted are uncountable nouns. അപ്പൊ നോട്ട് എഴുതി വെച്ചോ. Countable nouns are those which can be counted. Countable nouns are those which can be counted. Countable nouns are those which can be counted. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. കൗണ്ടബിൾ നൗൺസ് ആർ ദോസ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ്.
ഓക്കെ, ഇനി അടുത്തത് അൺകൗണ്ടബിൾ. അൺകൗണ്ടബിൾ നൗൺസ് ആർ ദോസ്, മറ്റേതിന്റെ ഓപ്പോസിറ്റ് എഴുതണം. അൺകൗണ്ടബിൾ നൗൺസ് ആർ ദോസ് വിച്ച് cannot be counted. Which cannot be counted. Uncountable nouns are those which cannot be counted. അപ്പൊ കൗണ്ടബിൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, അൺകൗണ്ടബിൾ കൗണ്ട് ചെയ്യാൻ പറ്റാതെ cannot be counted are known as uncountable. മിസ്സേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഇംഗ്ലീഷിന്റെ എക്സാം എങ്ങനെയായിരിക്കും? സിക്യു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ആയിരിക്കോ? അതെ, MCQ തന്നെയാണ്. നമ്മൾ ഗൂഗിൾ ഫോമിൽ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇത് തന്നെ, എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ മിസ്. മിസ്, ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ ഇടും, അതും ചെയ്യും. നിങ്ങൾക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടും, ഓരോ ചാപ്റ്ററിന്റെ ഒക്കെ ഇടും. മാം, അൺകൗണ്ടബിൾ നൗൺസിന് ഒരു എക്സാമ്പിൾ പറയോ? അൺകൗണ്ടബിൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കിലോഗ്രാം, 1 kilogram ഓഫ് റൈസ്, അല്ലെങ്കിൽ 2 liters ഓഫ് മിൽക്ക്, അതൊക്കെ അൺകൗണ്ടബിൾ. അടുത്തതിൽ വരുന്നുണ്ട്. ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ, അപ്പൊ ഇവിടെ എക്സാമ്പിൾസ് എഴുതി വെച്ചോ. നേരത്തെ പറഞ്ഞപ്പോ എക്സാമ്പിൾ പറഞ്ഞില്ല. അപ്പൊ കൗണ്ടബിൾ നൗൺസിന്റെ എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. ബുക്ക്, ചെയർ, ഡെസ്ക്, ഗേൾ, എന്തെങ്കിലും കൗണ്ട് ചെയ്യാൻ പറ്റണം, 1, 2, 3 നമുക്ക് എടുത്ത് എക്സാക്ട്ലി കൗണ്ട് ചെയ്യാൻ പറ്റണം ഏതൊരു സാധനം കൗണ്ടബിൾ നൗൺസ് ആണ്. അതിന്റെ ഷോർട്ടായിട്ട് പറയാനാണ് കൗണ്ട് നൗൺസ്. കൗണ്ടബിൾ നൗൺസിന്റെ ഷോർട്ടായിട്ട് പറയാൻ കൗണ്ട്. നമ്മൾ കൂടുതൽ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നതാണ് ഇത്രയും കൂടെ നല്ലത്. അപ്പം എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതി വെക്കുക. ബുക്ക്, ചെയർ, ടേബിൾ, ഗേൾ, എന്തെങ്കിലും പെൻ, പെൻസിൽ, ഏതെങ്കിലും എഴുതാം കേട്ടോ. പിന്നെ അൺകൗണ്ടബിളിന് എക്സാമ്പിൾ ആണ് ഇത് വാട്ടർ, ഓയിൽ, ഷുഗർ, പെട്രോൾ, ഇതിലൊക്കെ എഴുതാം. എഴുതിയില്ല എല്ലാരും? ഇനി കൗണ്ടബിൾ നൗൺസ് ക്യാൻ ബി പ്ലൂറൽ ഫോംസ് ബട്ട് അൺകൗണ്ടബിൾ നൗൺസ് ഡോണ്ട് ടേക്ക് പ്ലൂറൽ ഫോംസ്. അവിടെ ഒരു ഈ സെൻസ് ഉണ്ട്. കൗണ്ടബിൾ നൗൺസ് ക്യാൻ ബി പ്ലൂറൽ. പ്ലൂറലും സിംഗുലറും എന്താ? പ്ലൂറൽ, സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് സിംഗുലർ ആണ്. ഒന്നിൽ കൂടുതലാണെങ്കിൽ അതെല്ലാവർക്കും അറിയാലോ അല്ലെ? അതെല്ലാവർക്കും അറിയാം, സിമ്പിൾ ആണത്. അപ്പൊ അതാണ്ട് പിന്നെ ഇത് നോട്ടിൽ ഉൾപ്പെടുത്താതിരുന്നത് അതുകൊണ്ടാണ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ അറിയാൻ പാടാത്തവർക്ക് ഞാൻ ഒന്നും കൂടി പറഞ്ഞാൽ, സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഒന്നേ ഉള്ളെങ്കിൽ അതിന് നമ്മൾ സിംഗുലർ, ഒരെണ്ണം ആണെങ്കിൽ അത് സിംഗുലർ, ഒന്നീ കൂടുതലാണെങ്കിൽ അത് പ്ലൂറൽ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, എ ബോയ് എന്ന് പറയുന്നത് ഒരു ബോയേ ഉള്ളൂ, ഒരു ആൺകുട്ടി. അതിനെ നമ്മ ഇറ്റ് ഇസ് എ സിംഗുലർ, ഇറ്റ് ഇസ് സിംഗുലർ. എ ബോയ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ അതിന്റെ പ്ലൂറൽ എന്തായിരിക്കും? ബോയ്സ് അല്ലെ? ഒന്നിൽ കൂടുതൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ബോയ്സ് എന്ന് പറയും. അപ്പൊ അത് അതിന്റെ പ്ലൂറൽ ആണ്. അതാണ് പ്ലൂറലും സിംഗുലറും. അപ്പൊ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൗണ്ടബിൾ നൗൺസ് ക്യാൻ ബി പ്ലൂറൽ. ഈ എണ്ണാൻ പറ്റുന്ന, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഈ കൗണ്ടബിൾ നൗൺസ് ഇല്ലേ, അതിന് പ്ലൂറൽ ഫോംസ് ഉണ്ടായിരിക്കും. ബട്ട് അൺകൗണ്ടബിൾ നൗൺസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത ആ അൺകൗണ്ടബിൾ നൗൺസിന് പ്ലൂറൽ ഫോം ഉണ്ടായിരിക്കില്ല. ദേ ഡോണ്ട് ടേക്ക് പ്ലൂറൽ ഫോംസ്. ഉണ്ടോ? അപ്പം കൗണ്ടബിൾ, അതിന് ഇപ്പൊ വാട്ടർ, ഓയിൽ, ഷുഗർ എന്നൊക്കെ നമ്മൾ കൂടുതൽ ഉണ്ടെങ്കിലും വാട്ടർ എന്ന് തന്നെയല്ലേ നമ്മൾ പറയുള്ളൂ. ഓയിൽസ്, ഷുഗേഴ്സ്, പെട്രോൾസ് എന്നൊന്നും പറയില്ല. അതാണ് അവിടെ അതിന് പ്ലൂറൽ നൗൺ ആയിട്ടില്ല. പ്ലൂറൽ ആയിട്ട് ഒരു വേർഡ് അതിനില്ല. കൗണ്ടബിൾ നൗൺസിനാണ് പ്ലൂറൽ ഫോംസ് ഉള്ളത്. പക്ഷേ അൺകൗണ്ടബിൾ നൗൺസിന് പ്ലൂറൽ ഫോംസ് ഇല്ല. അതാണ് ഈ സെന്റൻസ് പറയണത്. അതേ കണ്ട ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ബുക്ക്, ബുക്സ്, ക്യാറ്റ്, ക്യാറ്റ്സ്, ട്രീ, ട്രീസ്. ഇതെല്ലാം എന്താണ്? കൗണ്ടബിൾ നൗൺസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെല്ലാം പ്ലൂറൽ ഫോം, ഒന്നിൽ കൂടുതലുള്ള ആ ഫോമിനെയാണ് നമ്മൾ പ്ലൂറൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒന്നിൽ കൂടുതലുള്ള ഫോംസ് ഉണ്ട്. വെറാസ് അൺകൗണ്ടബിൾ നൗൺസിന് ദേ ഡോണ്ട് ഹാവ് പ്ലൂറൽ ഫോംസ്. അവർക്ക് പ്ലൂറൽ ഫോംസ് ഇല്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ ആണ് ഫോർമേഷൻ ഓഫ് പ്ലൂറൽ നൗൺസ്. ഇനി പ്ലൂറൽസ് നോക്കാം, എങ്ങനെയാണ് പ്ലൂറൽ നൗൺസ് ഉണ്ടാവണേന്ന് ആണ്. പ്ലൂറൽസിനെ കുറിച്ചാണ് ഇനി കൂടുതൽ. അപ്പൊ പ്ലൂറൽ നൗൺസ് ഏതിനാ ഉള്ളത്? കൗണ്ടബിളിനാണ്, അൺകൗണ്ടബിളിനാണോ? കൗണ്ടബിൾ. വെരി ഗുഡ്. കൗണ്ടബിൾ നൗൺസിനാണ് പ്ലൂറൽ ഫോം ഉള്ളത്. ഇനി എങ്ങനെയാണ് പ്ലൂറൽ ഫോംസിന്റെ ഫോർമേഷൻ എങ്ങനെയാന്നൊക്കെയാണ് ഇനി അടുത്ത
പോർഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. യു നോ ദാറ്റ് എ സിംഗുലർ നൗൺ ഡിനോട്ട്സ് വൺ പേഴ്സൺ ഓർ വൺ തിങ്. സിംഗുലർ നൗൺ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സാധനം, ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സാധനം, ഒരു തിങ്ങിനെ ഡിനോട്ട് ചെയ്യണതാണ് എന്ത്, സോറി സിംഗുലർ. സിംഗുലർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം, ഒരു ഇതിനെ, ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു തിങ്ങിനെയാണ് നമ്മൾ സിംഗുലർ എന്ന് പറയുന്നത്. അല്ല, എ ബോയ്, ഗേൾ, ബുക്ക് എന്നൊക്കെ പറയണത് ഒരു സാധനം ഉള്ളെങ്കിൽ അതിന് സിംഗുലർ ഫോമിലാണ് അത് കാണുന്നത്. നോർമലി എ സിംഗുലർ നൗൺ ഡസ് നോട്ട് സ്റ്റാൻഡ് അലോൺ ഇൻ എ സെന്റൻസ്. അപ്പൊ എന്താ പറയുന്നത്, സാധാരണ ഈ സിംഗുലർ നൗണ് ഒറ്റക്ക് നിൽക്കൂല എന്നാണ് പറയുന്നത്. എ സിംഗുലർ നൗൺ ഇസ് കോമൺലി പ്രിസീഡഡ് ബൈ വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ സിംഗുലർ ആയിട്ടുള്ള ഈ വേർഡ്സ് ഉണ്ടല്ലോ, ഈ നൗൺസ് ഉണ്ടല്ലോ, അവർക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല. അവരുടെ ഒപ്പം കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാവും. ആ ആരെങ്കിലും ഒക്കെ ഉണ്ടാവണ വേർഡ്സ്, കൂട്ടത്തിൽ ആരെങ്കിലും അവരുടെ പ്രിസൈഡ് ചെയ്ത് മുമ്പിൽ നിൽക്കുന്ന കുറച്ച് വേർഡ്സ് ആണ് ഇതെല്ലാം. എ, ആൻഡ്, ദ, ദിസ് ഇങ്ങനെയൊക്കെ പറയുന്ന ആ വേർഡ്സ് എല്ലാം ഈ സിംഗുലർ നൗൺ ഇല്ലേ, സിംഗുലർ നൗണ് ഒറ്റക്ക് നിൽക്കില്ല. ഇപ്പൊ ഒരു സാധനം സിംഗുലർ ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യണ വേർഡ്സ് ആണ് ഇതെല്ലാം. ഇതില് നമുക്ക് ആദ്യം ഈ എ ഓർ ആൻ മാത്രം നോക്കാം. ഞാൻ ഈ എ ഓർ ആൻ മാത്രം ഉണ്ട് ഇപ്പൊ പറയണത്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എ ഓർ ആൻ. ഇപ്പൊ നമുക്ക് ബോയ് എന്ന് പറയുന്നത് എ ബോയ് എന്ന് പറയാം അല്ലെ. ഈ ആൻ എവിടെയാണ് യൂസ് ചെയ്യണത്? ആൻ യൂസ് ചെയ്യുന്നത് ബബിൾസ് ഏതൊക്കെയാണ്? ബബിൾസ് ഏതൊക്കെയാണെന്ന് അറിയാൻ പാടില്ല. വെരി ഗുഡ്. എ ഇ ഐ ഒ യു അതാണ് വവൽസ്. അപ്പൊ ഈ എ ഇ ഐ ഒ യു ഇത്രയും ആൽഫബറ്റ്സ്, അതല്ലാത്ത ബാക്കിയുള്ള ആൽഫബറ്റ്സ് ഇല്ലേ ഇംഗ്ലീഷില്, അതായത് ബി, സി, ഡി, എഫ്, ജി, എച്ച്, അതെല്ലാം അതിനെ നമ്മൾ കോൺസണൻസ് എന്ന് പറയുന്നത്. കോൺസണൻസ്, CONSONANTS, കോൺസണൻസ്. അപ്പൊ ഈ വവൽസ് അല്ലാത്ത ലെറ്റേഴ്സിനെ നമ്മൾ കോൺസണൻസ് എന്ന് പറയും. വവൽസ് AEIOU, AEIOU അല്ലാത്ത ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ബാക്കിയുള്ള ലെറ്റേഴ്സിനെ നമ്മൾ പറയുന്നതാണ് കോൺസണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയാം CON SONANTS. അപ്പൊ അത് ഏതൊക്കെയാണ് നിങ്ങൾ എഴുതി വെച്ചോട്ടെ. അത് ബി, സി, ഡി, ബാക്കിയുള്ള AEIOU അല്ലാത്ത ഇസഡ് വരെയുള്ള എല്ലാം ഇത് കോൺസണൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പം എ ബോയ്, ഇപ്പൊ ഫസ്റ്റ് നമ്മൾ എ ആണ് ആൻ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. സിംഗുലർ നൗണിന് എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യാം. അപ്പം എ അല്ലെങ്കിൽ ആൻ ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഇതാണ്. ഇഫ് വേർഡ് സ്റ്റാർട്ട്സ് വിത്ത് എ വവൽ, ഒരു വവൽ വെച്ചിട്ടാണ്, അതായത് AEIOU എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലെറ്റർ വെച്ചിട്ടാണ് ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വി യൂസ് ദ വേർഡ് ആൻ ബിഫോർ ഇറ്റ്. ആൻ ആണ് അതിന്റെ മുമ്പിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറയുന്നത് എലിഫന്റ്. എലിഫന്റിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഇ. ഇ എന്ന് പറയുന്നത് വവലാണ്. കാരണം AEIOU വരുന്ന ഒരു വവലല്ലേ ഈ ഇ എന്ന് പറയുന്നത്. അപ്പൊ ഈയുടെ ഒപ്പം നമ്മൾ എന്താ ചേർക്കണേ? ആൻ എലിഫന്റ്. ആൻ എലിഫന്റ് അല്ലെ, ആൻ എലിഫന്റ്. അപ്പൊ വവൽസ് വെച്ചിട്ടാണ് ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ആഡ് ആൻ ബിഫോർ ഇറ്റ്. ആന് ചേർത്തിട്ടേ പറയാൻ പാടുള്ളൂ. എന്തിനാണിത്? സിംഗുലർ ആണെങ്കിലാണ് ട്ടാ, സിംഗുലർ ആയിരിക്കണം, അതിന്റെ ഒപ്പം ആനും ചേർക്കും. ഫോർ എക്സാമ്പിൾ എഗ്. എഗ് എന്നാണ് പറയുന്നത്. എഗ് എന്നുള്ള ഒരു വേർഡിന്റെ മുമ്പിൽ, എഗ്ഗിന്റെ മുമ്പിൽ എന്താ നമ്മൾ ചേർക്കാൻ? എ ചേർക്കോ ആൻ ചേർക്കോ? ആൻ ചേർക്കും. എന്ന് പറയണത് ഒരു വവലാണ്. ഇനി യെസ് ഇറ്റ് ഈസ് വവൽ, സോ വി യൂസ് ആൻ ബിഫോർ ഇറ്റ്. ഇനി ഐസ്ക്രീം. ഐസ്ക്രീം AEIOU അതിൻ്റെ അകത്ത് വരുന്ന ഏതൊരു വേർഡും സ്റ്റാർട്ട് ചെയ്യണത് ഈ വവൽസ് വെച്ചിട്ടാണെങ്കിൽ ആൻ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് എ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഈ കോൺസണൻസ്. ഈ കോൺസണൻസ് യൂസ് ചെയ്തിട്ട് വരുന്ന വേർഡ്സിനൊക്കെ നമുക്ക് എ യൂസ് ചെയ്യാം. ഇപ്പൊ ബോയ്, ബോയ് എന്ന് പറയുന്നത് എ ബോയ്. ഗേൾ എന്ന് പറയുന്നത് എ ഗേൾ. ബുക്ക് എന്ന് പറയുന്നത് എ ബുക്ക് അല്ലെ. യെസ്. അപ്പൊ അതാണ് എ ഓർ മിസ്സേ. ഓ എക്സ് എന്നാണെങ്കിൽ അപ്പൊ അതിന്റെ കൂടെ എന്താ ചേർക്കാം? അത് പ്ലൂറൽ ആയില്ലേ? അപ്പൊ എക്സാ
എഗ്സ് അല്ലെങ്കിൽ എലിഫൻസ് എന്നൊക്കെ പറയും. അതിന്റെ ഒപ്പം ചേർക്കില്ല. എലിഫൻസ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ അല്ലേ, നമുക്ക് ഇവിടെ സിംഗുലറിന്റെ കാര്യം പറയുന്നത്. എ ഓർ ആൻ സിംഗുലറിനാ പറയുള്ളൂ. അല്ല അപ്പൊ വേറെ ഒന്നും ചേർക്കും. ഇല്ല അതിന് നമുക്ക് എസ് ഉള്ള ടേംസിലൊന്നും നമ്മൾ ചേർക്കൂല. അപ്പൊ നമ്മൾ എലിഫൻസ് എന്ന് മാത്രം പറയുള്ളൂ, ഒന്നും പറയൂല. യൂണിഫോംസ് ഉണ്ട്, യൂണിഫോം ഉണ്ട്. അപ്പൊ ആൻ യൂണിഫോം. ചില കേസിൽ പിന്നെ വേറെ ഉണ്ട്. ചില കേസിൽ സൗണ്ടിനനുസരിച്ച് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അങ്ങനെ ഇന്നൊരു നിയമം അനുസരിച്ച് പോവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ HOUR അതെന്ന് പറയുന്നത് എച്ച് വെച്ചല്ലേ സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷെ ആൻ അവർ എന്നാ നമ്മൾ പറയുള്ളൂ, ആൻ അവർ. കാരണം എന്താ, അത് അതിന്റെ അവർ എച്ച് സൈലന്റ് ആയിട്ട് നമ്മൾ അവർ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഓടെ സൗണ്ടാണ് അവിടെ വരുന്നത്. അപ്പൊ ആൻ അവർ. പിന്നെ ഇയർ YEAR മറ്റേ ചെവിയല്ല, വർഷം AYEAR. അതിന് നമ്മൾ ആൻ ഇയർ എന്നാ പറയുള്ളൂ. ഒരെണ്ണം ഉള്ളു. ഇനി ഒരു വർഷത്തിനെ കുറിച്ചാണ് നമ്മൾ പറയണെങ്കിൽ ആൻ ഇയർ എന്നാ പറയുള്ളൂ. വൈ ആണെങ്കിൽ പോലും വൈ അവിടെ സൈലന്റ് ആയിട്ട് അവിടെ വൈന്റെ സൗണ്ട് അല്ലല്ലോ വന്നത്, ഈയുടെ സൗണ്ട് അല്ലേ, ഇയർ അല്ല. അപ്പൊ അങ്ങനെ കുറച്ച് എക്സെപ്ഷൻസും ഉണ്ട് കേട്ടോ ഈ എ ഓർ ആനിന്റെ. പക്ഷെ ബേസിക്കലി നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ ആൻ വവൽസിനും എ കോൺസണൻസിനുമാണ് യൂസ് ചെയ്യണത്. ഇതൊക്കെ സിംഗുലർ കേസിലാണ്ട, പ്ലൂറൽ അല്ല, സിംഗുലറിന്റെ ആയിട്ടാ പറഞ്ഞത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ കുറച്ച് വേർഡ്സ് ആണ് ദ, ദിസ്, ദാറ്റ്, മൈ. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾസിലേക്ക് വരുമ്പോൾ ഇതിനും കൂടെ മനസ്സിലാവും. ഇനി മൈ ബ്രദർ ഇസ് എ ജേർണലിസ്റ്റ്. അവിടെ ഒരു എക്സാമ്പിൾ കണ്ടില്ലേ, മൈ ബ്രദർ ഇസ് എ ജേർണലിസ്റ്റ്. ഇവിടെ ഏതൊക്കെ നൗൺ ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. ബ്രദറും പ്രോപ്പർ നൗൺ ഉണ്ട്, കോമൺ നൗൺ ഉണ്ട്. ഇതിപ്പോ മൈ ബ്രദർ ഇസ് എ ജേർണലിസ്റ്റ് രണ്ടും കോമൺ ആണ് അവിടെ. ശരിക്കും ബ്രദറും ജേർണലിസ്റ്റും കോമൺ ആയിട്ടാണ്, നമ്മൾ വേറെ പേരൊന്നും എടുത്ത് പറയണില്ല. അപ്പൊ കോമൺ ആയിട്ട് തന്നെ എടുക്കാം നമുക്ക്. അപ്പം രണ്ട് നൗൺ ആണ്, ബ്രദറും ജേർണലിസ്റ്റും അല്ലെ, രണ്ട് നൗൺ ഉണ്ട് അവിടെ. ഇനി നോക്കട്ടെ, ഈ ബ്രദറിന്റെ പ്ലൂറൽ എന്തായിരിക്കും? അതേപോലെ തന്നെ ജേർണലിസ്റ്റിനും എസ് ജസ്റ്റ് ആഡ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ആ ഫസ്റ്റത്തെ പോയിന്റും അത് തന്നെ പറയണം. എ പ്ലൂറൽ നൗൺ ഡിനോട്ട്സ് മോർ ദാൻ വൺ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗുലർ നൗൺ ഒരെണ്ണം ആണെങ്കിൽ പ്ലൂറൽ നൗൺ മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതലുള്ളതിനെ നമ്മൾ പ്ലൂറൽ നൗൺ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ ഏതൊക്കെ? ബോയ്സ്, ഗേൾസ്, ബുക്സ്, ഇതെല്ലാം പ്ലൂറൽ നൗൺ ആണ്. വെറുതെ എസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ പ്ലൂറൽ. അപ്പൊ ബോയ്സിന്റെ സിംഗുലർ നൗൺ എന്താണ്? ബോയ്സിന്റെ സിംഗുലർ നൗൺ എന്താണ്? ബോയ് അല്ല, എ ബോയ്. ഞാൻ പറഞ്ഞ ബോയ് ഒറ്റക്ക് നിൽക്കില്ല, സിംഗുലർ ഒറ്റക്ക് നിൽക്കൂല. എ ബോയ്. വെരി ഗുഡ്. ഗേൾസിന്റെ എന്തായിരിക്കും? ഇനി അടുത്തത് ഈഗിൾസിന്റെ എന്തായിരിക്കും? ഈഗിൾസ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ആനും എയും എവിടെയാണ് യൂസ് ചെയ്യണമെന്ന് ഇപ്പൊ എല്ലാരും ക്ലിയർ ആയില്ലേ? അപ്പൊ യെസ് യെസ്. അപ്പൊ എസ് നമ്മൾ ഇനി പ്ലൂറൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, സിംഗുലർ ഫോമിൽ നിന്ന് ഒരു നൗണിനെ പ്ലൂറൽ എങ്ങനെ ആക്കുന്നത് എങ്ങനെയാണെന്നുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എസ് ആഡ് ചെയ്ത് കൊടുക്കുക. മോസ്റ്റ് ഓഫ് ദ കേസസിൽ മിക്ക കേസസിലും നമുക്ക് വെറുതെ എസ് ആഡ് ചെയ്ത് കൊടുത്താൽ ദാറ്റ് നൗൺ ബിക്കംസ് എ പ്ലൂറൽ. ഇപ്പൊ എ ബോയ് എന്ന് പറയണത് നമുക്ക് പ്ലൂറൽ ആക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇറ്റ് ബിക്കംസ് ബോയ്സ്. ബോയ്സ് ഇസ് എ പ്ലൂറൽ നൗൺ ഫോർ എ ബോയ്. ദെൻ അതേപോലെ തന്നെയാണ് ഗേൾസ്. നമ്മൾ ഗേളിന്റെ അവിടെ എസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഗേൾസ്. സോ ഗേൾസ് ഇസ് എ പ്ലൂറൽ നൗൺ ഫോർ എ ഗേൾ. അതേപോലെ തന്നെയാണ് ബുക്സ്, സ്കൂൾസ്, ടേബിൾസ്, ചെയർസ്, എല്ലാത്തിനും ജനറലി മോസ്റ്റ് ഓഫ് ദ കേസസിലും വെറുതെ എസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് പ്ലൂറൽ. അവിടെ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ബുക്സ് ആർ ഗുഡ് ഫ്രണ്ട്സ്. ബുക്സ് ആർ ഗുഡ്
ഫ്രണ്ട്സ്. അപ്പൊ അവിടെ എത്ര നൗൺ ഉണ്ട്? രണ്ട് രണ്ട് നൗൺ ആണ്. കോമൺ രണ്ട് നൗൺ. ഓക്കെ. അപ്പൊ ബുക്സ് ആർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പൊ അവിടെ ഉള്ളത് സിംഗുലർ നൗൺ ആണ്, പ്ലൂറൽ നൗൺ ആണ്? ഈ രണ്ട് പറഞ്ഞേക്കുന്ന നൗൺ സിംഗുലർ ആണ്, പ്ലൂറൽ ആണ്? യെസ് യെസ്, ദോസ് ടു നൗൺസ് ആർ പ്ലൂറൽസ്. എന്താണ്? ബുക്സും ഫ്രണ്ട്സും. ബുക്സിന്റെ സിംഗുലർ എന്തായിരിക്കും? എ ബുക്ക്. ഫ്രണ്ട്സിന്റെ സിംഗുലർ എന്തായിരിക്കും? എ ഫ്രണ്ട്. യെസ്, എ ഫ്രണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞെന്താണ്? യെസ്, എ ബുക്ക് എ ഫ്രണ്ട്. അതിന്റെ പ്ലൂറൽ ഫോം ആണ് ബുക്സും ഫ്രണ്ട്സും. ഓക്കെ. അപ്പം ഫസ്റ്റത്തെ മെത്തേഡ് എങ്ങനെയാണ് ഒരു നൗണിനെ പ്ലൂറൽ ആക്കുന്നതിന്? ഫസ്റ്റത്തെ മെത്തേഡ് തന്നെ വി ജസ്റ്റ് ആഡ് എസ് ആഫ്റ്റർ ഇറ്റ്. ആ നൗൺ കഴിഞ്ഞിട്ട് ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്താൽ ഇറ്റ് ബിക്കംസ് ദ പ്ലൂറൽ നൗൺ. കേട്ടോ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ നൗൺസ് ക്യാൻ ഓൾസോ ബി പ്രിസീഡഡ് ബൈ സം, എനി, ദീസ്, മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്. അതെന്താ പറഞ്ഞ പ്ലൂറൽ നൗൺസ്, ചില പ്ലൂറൽ നൗൺസിന്റെ മുമ്പിൽ നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യാം. ഇപ്പൊ ബുക്സിന് പകരം നമുക്ക് സം ബുക്സ് അല്ലെങ്കിൽ എനി, അങ്ങനെ അത് ആഡ് ചെയ്ത് കൊടുക്കാന്നാണ് പറയണത്. ആ ഒരു എക്സാമ്പിൾ നോക്കി. ദ ചിൽഡ്രൻ ഇൻ playing in the ground are my friends. The children playing in the ground. The children playing in the ground are my friends. ആ ഗ്രൗണ്ടിൽ കളിക്കുന്ന ആ കുട്ടികളെല്ലാം എന്റെ ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത്. ദ ചിൽഡ്രൻ. അപ്പൊ ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? യെസ്, ഇറ്റ് ഈസ് എ പ്ലൂറൽ നൗൺ ഫോർ. അതിന്റെ സിംഗുലർ നൗൺ എന്താ? ചൈൽഡ്. ചൈൽഡ് എന്ന് എങ്ങനെ? ചൈൽഡിന്റെ പ്ലൂറൽ ആണ് ചിൽഡ്രൻ. കേട്ടോ? ചിൽഡ്രൻ. അവിടെ നമ്മ എസ് ആഡ് ചെയ്തിട്ടില്ല. ചിൽഡ്രൻസ് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ചൈൽഡ് ഇസ് ദ സിംഗുലർ നൗൺ ഓഫ് ചിൽഡ്രൻ. ചൈൽഡ് ചിൽഡ്രൻ ആണ്. ഒന്നിൽ കൂടുതൽ ഒരു കുട്ടി എന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് ചിൽഡ്രൻ. അല്ലാണ്ട് ചിൽഡ്രൻസ് എസ് അവിടെ ചേർക്കില്ല, അത് തെറ്റാണ്. എസ് ചേർത്താൽ അത് തെറ്റാണ്. അപ്പൊ ചൈൽഡ്, ചിൽഡ്രൻ. കേട്ടാ? അപ്പൊ ദ ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് ആർ മൈ ഫ്രണ്ട്സ്. അതല്ല ആ എക്സാമ്പിൾ. ദ ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് ആർ മൈ ആർ മൈ ഫ്രണ്ട്സ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ സെന്റൻസിൽ എത്ര നൗൺസ് ഉണ്ട്? 3. Yes, there are 3 nouns. 3 noun ഉണ്ട് ഇവിടെ. ചിൽഡ്രൻ, പിന്നെ ഗ്രൗണ്ട്. അപ്പൊ അവിടെ 3 നൗൺ ഉണ്ട്. അവിടെ ദ ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് ആർ മൈ ഫ്രണ്ട്സിൽ 3 നൗൺ ഉണ്ട്. ഓക്കെ. ഞാനിങ്ങനെ എല്ലാ എക്സാമ്പിളും ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയണത് കേട്ടോ. ആ ഒരു ആസ്പെക്ട് അങ്ങോട്ട് ക്ലിയർ ആയിപ്പോട്ടെ, നൗൺ എന്താണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ്. സിംഗുലർ നൗൺസ് ക്യാൻ ബി ടേൺഡ് ഇൻ ടു പ്ലൂറൽ നൗൺസ് ഇൻ ഡിഫറെന്റ് വേസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സിംഗുലർ നൗൺസിനെ പ്ലൂറൽ ആക്കാൻ ഒന്ന് കൂടുതൽ വേസ് ഉണ്ട്. ആദ്യം പറഞ്ഞതാണ് ജസ്റ്റ് നമുക്കൊന്ന് എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ദ മോസ്റ്റ് കോമൺ വേ ഇസ് ആഡിങ് എസ് ഓർ ഇ എസ്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എസ് ആഡ് ചെയ്ത് കൊടുത്ത കുറച്ച് വേർഡ്സ് ആണ് ഇതെല്ലാം. ബോയ്, ബോയ്സ്, ഗേൾ, ഗേൾസ്, ബുക്ക്, ബുക്സ്. പക്ഷെ ചില ഇതില് ചിലപ്പോ നമുക്ക് ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇ എസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് പ്ലൂറൽ. അപ്പൊ അതെന്തൊക്കെയാണ്? അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് അതിനുള്ള എക്സാമ്പിൾസ് ആണ്. ബെഞ്ച്, ബെഞ്ചസ്. നമുക്ക് ഇ എസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ബെഞ്ച് ഇ എസ് ആഡ് ചെയ്യുമ്പോഴാണ് അത് പ്ലൂറൽ ആവുന്നത്. അതുപോലെ ഗ്ലാസ്, ഗ്ലാസസ്, ബുഷ്, ബുഷസ്, ഫോക്സ്, ഫോക്സസ്. ഇനി ഇതിനൊരു ചെറിയൊരു റൂൾ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ നൗൺസ് എൻഡിങ് ഇൻ CH. CH അല്ലെങ്കിൽ SH ഓർ എക്സ്. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ്, ഇപ്പൊ ഒരു വേർഡിന്റെ ലാസ്റ്റ് ഒന്നെങ്കിൽ CH അല്ലെങ്കിൽ SH അല്ലെങ്കിൽ XO ആണ് വരുന്നതെങ്കിൽ ആ വേർഡിന്റെ ലാസ്റ്റ് വരുന്നത് ഈ പറഞ്ഞ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ആണെങ്കിൽ വി ക്യാൻ ആഡ് ES. നമ്മൾ എസ് അല്ല അവിടെ ആഡ് ചെയ്യണത്, ES ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആ ബെഞ്ച് എന്നുള്ള വേർഡ് എല്ലാവരും നോക്കി. ബെഞ്ചിന്റെ ലാസ്റ്റ് ലെറ്റർ എന്താ? ലാസ്റ്റ് അത് അവസാനിക്കുന്നത് CH വെച്ചിട്ടല്ലേ. അപ്പൊ CH
യെസ് CH നമുക്ക് പ്ലൂറൽ ആക്കാൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം, ES ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ES ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഗ്ലാസ്, അത് ഗ്ലാസ് അതവിടെ ആ റൂളിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, അതൊരു എക്സെപ്ഷണൽ കേസാണ്. പിന്നെ നെക്സ്റ്റ് മെയിൻലി ഒരു ജനറലി ഉള്ള ഇതാണ്, പക്ഷെ എന്നാലും ചിലതിൽ നമുക്ക് എക്സെപ്ഷണൽ കേസസ് വരും. ഇപ്പൊ ഈ പറഞ്ഞ റൂൾസ് ഒന്നിലും പെടാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് കേട്ടോ. അപ്പൊ അടുത്തത് ബുഷ് നോക്കിയേ, നമ്മുടെ ഈ ബുഷ് നോക്കിയേ, SH ആണ് ലാസ്റ്റ് വരുന്നത്. അപ്പൊ അതിന് നമുക്ക് ES ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അതിനെ പ്ലൂറൽ ആക്കുന്നത്, ബുഷസ്. അതുപോലെ തന്നെ ഫോക്സിന്റെ ലാസ്റ്റ് വന്നത് X അല്ലേ, അപ്പൊ അതിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ഫോക്സസ് കേട്ടോ. അപ്പൊ ഈ റൂള് വേണമെങ്കിൽ ഒന്ന് എല്ലാവരും എഴുതി വെച്ചേക്ക്. സിംഗുലർ നൗൺസ് എൻഡിങ് ഇൻ CH, SH, X. എഴുതിക്കോ, സിംഗുലർ നൗൺസ് എൻഡിങ് ഇൻ CH, SH or X. CH, SH or X becomes plural nouns by adding ES. Becomes plural nouns by adding ES. Singular nouns. പറയാം. Singular nouns ending in CH, SH or X becomes plural noun by adding ES. Become plural nouns by adding ES. Becomes plural noun by adding ES. So last സിംഗുലർ നൗൺസ് ലാസ്റ്റ് SHO, CHO, XO വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്ലൂറൽ ആക്കുന്നത് വെറുതെ S ഇട്ട് കൊടുത്താൽ പോരാ, വി ആഡ് ES നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. എഴുതിയില്ല എല്ലാരും? ഓക്കെ. അപ്പം രണ്ട് റൂളാണ് നമ്മൾ കൂടുതലും ഇതായിട്ട് പറയുന്നത്. ആദ്യം പ്ലൂറൽ ആക്കണത് ഒന്നെങ്കിൽ S ഇട്ട് കൊടുക്കുക, വെറുതെ S ആഡ് ചെയ്ത് കൊടുത്താൽ അതൊരു പ്ലൂറൽ ആയി മാറും. പിന്നെ ചില കേസസിൽ ES ആഡ് ചെയ്യേണ്ടി വരും. ES ആഡ് ചെയ്യേണ്ട കേസസ് ആണ് ലാസ്റ്റ് വന്ന CH, SH or X. ഈ ലാസ്റ്റ് ഒരു വേർഡ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അവസാനിക്കുന്നതെങ്കിൽ വി ആഡ് ES ടു മേക്ക് ദം പ്ലൂറൽ. പ്ലൂറലിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ ES ആഡ് ചെയ്ത് കൊടുക്കും. ആരാണ് മൈക്ക് മ്യൂട്ട് ചെയ്യാത്ത ആരും ഉണ്ടല്ലോ, ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ, നമ്മുടെ ക്ലാസ് ഡിസ്റ്റർബ് ആവും. ഓക്കെ, നെക്സ്റ്റ്. അറിയുന്നുണ്ടാവില്ല മാഡം, പേര് വിളിച്ചാൽ മതി. മ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അടുത്തത് മോസ്റ്റ് നൗൺസ്. അടുത്ത റൂളാണ് കേട്ടോ, ഇപ്പൊ പ്ലൂറൽ ആക്കുന്നതിന്റെ അടുത്ത റൂളാണ്. മോസ്റ്റ് നൗൺസ് എൻഡിങ് ഇൻ O ഫോം ദർ പ്ലൂറൽ ബൈ ആഡിങ് only S. ഇനി ചില നൗൺസ് O വെച്ചിട്ടാണ് അവസാനിക്കുന്നതെങ്കിൽ നമുക്ക് വെറുതെ S ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മോസ്റ്റ് നൗൺസ്, മോസ്റ്റ് ഓഫ് ദ കേസ് ആണ്, ഓൾ കേസസ് നമ്മൾ പറയണില്ല, ഇതിലൊക്കെ എക്സെപ്ഷൻസ് വരും. അതാണ് മോസ്റ്റ് നൗൺസ്. കുറെ ഒരുവിധപ്പെട്ട മോസ്റ്റ് നൗൺസ് എൻഡിങ് ഇൻ O വെച്ചിട്ട്, O ആണ് ലാസ്റ്റ് അവസാനിക്കുന്നതെങ്കിൽ വി ആഡ് S നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഓട്ടോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് O അല്ലേ വന്നത്, അപ്പൊ ഓട്ടോസ്, കസിനോസ്, ഡൈനാമോസ്, എസ്കിമോസ് കണ്ട, എല്ലാം ഈ O വന്നത് നമ്മൾ ജസ്റ്റ് അതിനെ പ്ലൂറൽ ആക്കാൻ S ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറയണത്, ഈ റൂള് പറയണത്. അവസാനം O വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ സാധാ നോർമലി നമ്മൾ പ്ലൂറൽ ആക്കണ പോലെ തന്നെ S ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അതാണ് പറയണത് കേട്ടോ. അടുത്ത റൂള് പറയണത് when the last O is preceded by a vowel as in radio only S is added to form the plural. ഇനി അടുത്ത റൂൾ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ലാസ്റ്റ് O ആയിരിക്കണം, പക്ഷെ അത് പ്രിസീഡ് എന്ന് വെച്ചാൽ അതിന്റെ തൊട്ട് മുമ്പ് വരണതിനാണ് നമ്മൾ പ്രിസീഡഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഓയിന് മുമ്പ് ഒരു വവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, AEIOU. ആ AEIOUല്
ഏതെങ്കിലും ഒരെണ്ണമാണ് ആ ലാസ്റ്റ് വന്നേക്കണ ആ ഓയിന് മുമ്പ് ഉള്ളതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ, ഓൺലി എസ് ഇസ് ആഡഡ്, വെറുതെ എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നോക്കി എംബ്രിയോ എന്ന് പറയുന്നതിന്റെ ലാസ്റ്റ് ഓ ആണ് അല്ലെ. അപ്പൊ ആ ഓയിന് തൊട്ട് മുമ്പ് കിടക്കുന്ന ലെറ്റർ ഏതാ? വൈ ആണ്. അപ്പം ഇറ്റ് ഇസ് പ്രിസീഡഡ് വൈ എന്ന് പറയുന്നത് വവൽ സൗണ്ട് ആണ്. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഇനി വൈ എന്ന് പറയുന്നത് വവൽ അല്ലല്ലോ, പക്ഷെ വൈക്ക് ഒരു വവൽ സൗണ്ട് ആണുള്ളത്, അതുകൊണ്ടാണ് എംബ്രിയോ. അല്ലെങ്കിൽ എംബ്രിയോ എടുക്കണ്ട, നമുക്ക് പോർട്ട്ഫോളിയോ അത് നോക്കാം, അതായിരിക്കും നല്ലത്. പോർട്ട്ഫോളിയോ സൗണ്ട് ഉള്ളത് കൊണ്ടാണ്. സൗണ്ട്, യെസ്, അത് വവൽ സൗണ്ട് ഉണ്ട് വൈക്ക്, അതുകൊണ്ടാണ് അവിടെ വന്നേക്കുന്നത്. അപ്പൊ പോർട്ട്ഫോളിയോ നോക്കിയേ, അതില് ഓ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് കിടക്കുന്നത് ഐ അല്ലേ. ഐ എന്ന് പറയുന്നത് വവലാണ്. അപ്പോ വവ്വലും ആയതുകൊണ്ട് വി ജസ്റ്റ് ആഡ് എസ്, ഒരു എസ് വെറുതെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് പ്ലൂറൽ. ഇപ്പം എംബ്രിയോ നേരത്തെ പറഞ്ഞ കേസിൽ വൈന് ഈ വവൽ സൗണ്ട് ഉണ്ട്, ഈ വവൽസിൽ വന്ന ഒരു സൗണ്ട് തന്നെയാണ് ഈ വൈക്കുള്ളത്, അതുകൊണ്ടാണ് അതിനെയും ഈ കൂട്ടത്തിൽ പെടുത്തിയത് കേട്ടോ. അതേപോലെ തന്നെ റേഡിയോ ഉണ്ടാ, റേഡിയോയില് എന്താണ് ഓയിന് മുമ്പ് ഐ അല്ലേ വന്നേക്കണത്. അതേപോലെ ലാസ്റ്റ് ഓ വന്ന വേർഡ്സിന്റെ തൊട്ട് മുമ്പിൽ പ്രിസീഡ് ചെയ്യുന്നത് ഒരു വവ്വലാണെങ്കിൽ നേരത്തെ അതേ പറഞ്ഞ റൂൾ തന്നെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം, എസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത റൂള്, but the following nouns end in o form their plurals by addition of es. ഇനി ഈ ഓ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓ അവസാനം ഓ വരണം, അതിന് മുമ്പ് ഒരു വവ്വലാണെങ്കിൽ വി ക്യാൻ ജസ്റ്റ് ആഡ് എസ്. ഇനി വവ്വലല്ല വന്നേക്കണത്, വേറെ ഏതെങ്കിലും ഒരു ഇതാണ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് കോൺസണൻസ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ, ഓയിന് മുമ്പ് ഒരു കോൺസണന്റ് ആണ് ആ വേർഡിൽ വന്നിട്ടുണ്ടെങ്കിൽ വി മേക്ക് ഇറ്റ് പ്ലൂറൽ ബൈ ആഡിങ് ഇ എസ്. വേണ്ട, ഇ എസ് ആണ് അവിടെ ആഡ് ചെയ്യുന്നത്, ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കണം. മാം അത് ഒന്നുകൂടി ഒന്ന് പറയോ? പറയാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ലാസ്റ്റ് ഇതിന് മുമ്പ് പറഞ്ഞ പോയിന്റിൽ എന്താ നമ്മൾ പറഞ്ഞത്, ലാസ്റ്റ് ഒരു വേർഡിന്റെ ലാസ്റ്റ് ഓ വന്നിട്ട് ആ ഓയിന് മുമ്പ് തൊട്ട് മുമ്പുള്ള വേർഡ് ഒരു വവ്വലാണെങ്കിൽ നമുക്ക് വെറുതെ ജസ്റ്റ് ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാ ഈ പോയിന്റ് എന്താ പറയുന്നത്, ഈ വവ്വലിന് പകരം അവിടെ ഒരു കോൺസണന്റ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ എക്കോ എന്ന് പറയുന്ന ഈ വേർഡ് ഒന്ന് നോക്കിയാൽ ലാസ്റ്റത്തെ വേർഡ് ഓയിന് മുമ്പ് ഏതാ കിടക്കണത്? എച്ച് ആണ് കിടക്കുന്നത്. എച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോൺസണന്റ്, വവലല്ലോ. അപ്പൊ നമ്മളവിടെ അതിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടി ഇ എസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇ എസ് കണ്ടാ, ഇ എസ് അല്ല ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പൊ അതാണ് ആ ഇത് പറയുന്നത്. അതേപോലെ തന്നെ ഹീറോ എന്ന് പറയണ ആ വേർഡ് ഒന്ന് നോക്കിയേ, അതിന് ലാസ്റ്റ് ഓ ആണെങ്കിലും ഓയിന്റെ അതിന് മുമ്പ് തൊട്ട് മുമ്പ് പ്രിസീഡ് ചെയ്തേക്കുന്നത് എന്താണ്? ആറാണ്. ആറ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോൺസണന്റ്, സോ വി ആഡ് ഇ എസ് ടുവേർഡ്സ് ഇറ്റ്. അപ്പൊ അതിന് നമ്മൾ പ്ലൂറൽ ആക്കാൻ വേണ്ടി ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കും. നേരത്തെ പറഞ്ഞ പോയിന്റിൽ എങ്ങനെയായിരുന്നു, ഓയിന് തൊട്ട് മുമ്പ് വവ്വലാണെങ്കിൽ നമുക്ക് എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടി. ഇതിപ്പോ ഓയിന് തൊട്ട് മുമ്പ് കോൺസണന്റ് ആണ്, വവ്വൽ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ലെറ്റർ ആണ് വന്നതെങ്കിൽ വി ആഡ് ഇ എസ് ടു മേക്ക് ഇറ്റ് പ്ലൂറൽ. കണ്ട, അതാണ് ആ റൂള് പറയണത്. അപ്പൊ എസ്കിമോല് ഇ എസ് അല്ലേ വന്നത്? എസ്കിമോ അതിൽ ഇ എസ് അല്ലേ വന്നത്? അതിൽ ഇ എസ് അല്ല വന്നത്, അതിൽ ഒ എസ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത് ജനറലി ഉള്ള ഇതാണ്, പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരുപാട് എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. അതാണ് അതുകൊണ്ടാണ് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഓ മാത്രം എംഫസൈസ് ചെയ്തിട്ട് നോക്കണുള്ളൂ. ശരിയാണ്, ഇതിലെല്ലാരും ഡൗട്ട് വരും, അതാണ് പറഞ്ഞത്. ജനറലി ഉള്ള കേസസ് ആണ് നമ്മൾ ഈ റൂൾസ് ആയിട്ട് പറയണത്. എല്ലാ വേർഡ്സും ഈ റൂൾസ് ഇത് തന്നെ പോണെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലതിൽ ഒരുപാട് എക്സെപ്ഷണൽ കേസസ് നമുക്ക് വരും. അപ്പൊ നമുക്ക് ജനറലി തെറ്റ് വരാണ്ട് ഇരിക്കാനുള്ള കുറച്ച് പൊടിക്കൈകൾ മാത്രമേ ഉള്ളൂ. ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അങ്ങനെ ഒരു പ്രശ്നമാണുള്ളത്. ഇത് നമ്മൾ കാര്യമായിട്ട് റൂൾസ് ഒക്കെ പഠിക്കും, പക്ഷെ ഒരുവിധപ്പെട്ട ചില വേർഡ്സും ചില സെന്റൻസൊന്നും ഈ റൂൾസിലേ ബാധകമായിരിക്കില്ല. അതാണ് പ്രശ്നം. അപ്പം ഇത്രയും പോയിന്റ്സ് എല്ലാവരും ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാം. ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ഫോർമേഷൻ ഓഫ് പ്ലൂറൽസ് എങ്ങനെയാണ് ഒരു സിംഗുലർ നൗണിനെ പ്ലൂറലിലൊക്കെ എങ്ങനെയാണ് ആക്കണേന്നുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എസ് ആഡ് ചെയ്ത് കൊടുക്കാം. മോസ്റ്റ് ഓഫ് ദ കേസസിലും എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചില കേസസിൽ നമുക്ക് ഇ എസ് ആഡ് ചെയ്യണം. അത് ഏതൊക്കെയാണ്? സി എച്ച്, എസ് എച്ച്, എക്സ്.
ഇത്രയും വേർഡ്സ് ലാസ്റ്റ് വന്ന ഈ ഇത്രയും ലെറ്റേഴ്സ് ലാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ ആഡ് ES ആൻഡ് മേക്ക് ഇറ്റ് പ്ലൂറൽ നൗൺ. അതേപോലെ ലാസ്റ്റ് O വന്നിട്ടുള്ള കേസ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് S ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ O വന്നിട്ട് അത് പ്രിസൈഡ് ചെയ്തേക്കുന്നത് ഒരു വവ്വലാണെങ്കിൽ വി ക്യാൻ ആഡ് S. അതുപോലെ O വന്നിട്ട് അത് പ്രിസൈഡ് ചെയ്തേക്കുന്നത് ഒരു നോൺ വവ്വൽ, അതൊരു കോൺസണന്റ് ആണ്, വി ആഡ് ഹീറോസ്. ES ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞതില്? ക്ലിയർ ആയി. ഓക്കെ, ഞാൻ ഒന്നും കൂടി എടുത്തേക്കുന്ന പോർഷൻസ് ഒന്നും കൂടി പറയാം. അപ്പൊ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആർക്കും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ നെയിം ഓഫ് എ പേഴ്സൺ, ഒരു പേഴ്സൺ, പ്ലേസ് ഓർ തിങ്ങിന് ഒരു നെയിം, നമ്മുടെ നെയിമിംഗ് വേർഡ്, ഒരു സാധനത്തിന് നെയിമിംഗ് വേർഡിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. നൗൺ ഇസ് ദ നെയിം ഓഫ് എ പേഴ്സൺ. ഇറ്റ് ഇസ് എ നെയിമിംഗ് വേർഡ്. ഇറ്റ് ഇസ് സിംപ്ലി എ നെയിമിംഗ് വേർഡ്. ഒരു നെയിമിംഗ് വേർഡിനെയാണ് നൗൺ എന്ന് പറയുന്നത്. നൗൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 kinds. അത് ആദ്യം തന്നെ ഒരു 4ആയിട്ട് അതൊന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് ആൻഡ് കളക്റ്റീവ് നൗൺസ്. കോമൺ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് വിച്ച് ആർ ജനറലി നമ്മൾ കോമൺലി സാധാരണയായിട്ട് നമ്മൾ ചുറ്റും കാണുന്ന എന്തിനെ നമുക്ക് കോമൺ നൗൺ ആയിട്ട് പറയാം. ഇപ്പൊ അതിന് ഒരു പേര് കൊടുത്ത് ഇത്രയും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും കൂടെ ഒരു പേര് നമ്മൾ എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എ പ്രോപ്പർ നൗൺ. പിന്നെ ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫീലിംഗ്, നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്ത് പറയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയും. ഉള്ള നമ്മുടെ ഇമോഷൻസും അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി, അതിനെയൊക്കെ നമ്മൾ ആബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. പിന്നെ കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് നൗൺസ്, ഒന്നിൽ കൂടുതൽ സാധനങ്ങളെ നമ്മൾ ഒറ്റ ഒരു ഗ്രൂപ്പായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എല്ലാത്തിനും ഒരു പേര് കൊണ്ടാണ് വിളിക്കുന്നത്. അത് അങ്ങനെ വിളിക്കുന്ന ആ നൗൺസിനെയൊക്കെ നമ്മളൊരു കളക്റ്റീവ് നൗൺ എന്ന് പറയും. ഒരു കളക്ഷൻ ആണത്. അപ്പൊ അതിനെ നമ്മൾ കളക്റ്റീവ് നൗൺസ് എന്ന് പറയും. നെക്സ്റ്റ് പിന്നെയാണ് ഫങ്ഷൻസ് ഓഫ് എ നൗൺ. അത് എന്താണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഏതൊക്കെ നൗൺ ആണ് ഉള്ളത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള എക്സാമ്പിൾസ് ആണ് തന്നത്. പിന്നെയാണ് നമ്മൾ പറഞ്ഞത് ബ്രോഡ് കാറ്റഗറി കൗണ്ടബിൾസ് ആൻഡ് അൺകൗണ്ടബിൾസ്. നൗൺസിന്റെ കൗണ്ടബിൾസും അൺകൗണ്ടബിൾസും. കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, വേറാസ് അൺകൗണ്ടബിൾ മീൻസ് വിച്ച് വി ക്യാനോട്ട് കൗണ്ട് കേട്ടോ. അപ്പൊ അതിന് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞ്, പിന്നെ അതേപോലെ പറഞ്ഞ ഒരു കാര്യമാണ് കൗണ്ടബിൾ നൗൺസ് ക്യാൻ ബി പ്ലൂറൽ. ഈ കൗണ്ടബിൾ നൗൺസിന് മാത്രമേ പ്ലൂറൽ ഫോംസ്, പ്ലൂറൽ ഒന്നിൽ കൂടുതലുള്ള ആ ഫോംസ് ഇല്ലേ അത് ഉണ്ടാവുകയുള്ളൂ. വേറെസ് അൺകൗണ്ടബിൾ നൗൺസ് ഡോണ്ട് ടേക്ക് പ്ലൂറൽ ഫോംസ്. അവർക്ക് ഈ പ്ലൂറൽ ഫോംസ് ഉണ്ടാവേ ഇല്ല. പിന്നെ പറഞ്ഞതാണ് ഫോർമേഷൻ ഓഫ് പ്ലൂറൽ നൗൺസ്. പിന്നെ അതിന്റെ ഒപ്പം നമ്മൾ എ ഓർ ആൻ, അത് ഈ നോട്ടിലില്ല, ഞാൻ എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. എ ഓർ ആൻ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യണത്? ആൻ യൂസ് ചെയ്യണത് വവൽസിലും എ യൂസ് ചെയ്യണത് കോൺസണൻസിലും വെച്ച് സ്റ്റാർട്ട് ചെയ്യണ വേർഡ്സിലാണ് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ പറഞ്ഞത് ഒരു പ്ലൂറൽ നൗൺ എങ്ങനെയൊക്കെയാണ് പ്ലൂറൽ നൗൺസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഫോർമേഷൻ ഓഫ് പ്ലൂറൽ നൗൺസ്. അത് ആദ്യം തന്നെ നമുക്ക് എസ് ആഡ് ചെയ്ത് കൊടുക്കുക. ജനറൽ കേസിൽ നമ്മൾ എസ് വെറുതെ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. പിന്നെ വരുന്നതാണ് ES ആഡ് ചെയ്ത് കൊടുക്കുക. ES ആഡ് ചെയ്യണമെങ്കിൽ CHO SHO ഓർ എക്സ് ഉണ്ടായിരിക്കണം അവരുടെ ലാസ്റ്റ്. പിന്നെ പറഞ്ഞതാണ് നൗൺസ് ഓയിലാണെങ്കിൽ നൗൺസ് എൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ O when preceded by a vowel, ഒരു ആ ലാസ്റ്റ് വന്ന ഓയിന് തൊട്ട് മുമ്പ് ഒരു വവൽ ആണെങ്കിൽ നമുക്ക് എസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് പകരം ആ വവലിന് പകരം when it is a consonant വവൽ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ലെറ്റർ ആണ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ we add ES to make it a plural noun. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ അടുത്ത വേർഡിന്റെ ഒന്ന് പറയോ? അതില് എം എന്ത് സൈലന്റ് ആണോ? ഏതാണ് ഈ മാനിഫെസ്റ്റോ ആണോ ഏതാണ് ചോദിച്ചത്? ഇതാണോ ഈ മാനിഫെസ്റ്റോ? അതിലെന്താണ് മാനിഫെസ്റ്റോ? ഓ ലാസ്റ്റ് അവസാനിക്കുന്നു. ഓയിന് തൊട്ട് മുമ്പ് ടി അല്ലേ വന്നേക്കണത്? ടി എന്ന് പറയുന്നത് ഒരു കോൺസണന്റ് ആണ്. അപ്പൊ നമ്മൾ അതിനെ പ്ലൂറൽ ആക്കണത് ES ഇട്ട് കൊടുക്കണം. അതിനെ പ്ലൂറൽ ആക്കണം. അപ്പൊ മാനിഫെസ്റ്റോസ് ആയി. ES ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അത് ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞ റൂൾസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്
താങ്ക് യു മാം. താമസിക്കാം. ഇന്ന് ആക്ടിവിറ്റി ചെയ്യാൻ ടൈം കിട്ടിയില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ കം അപ്പ് വിത്ത് ആൻ ആക്ടിവിറ്റി താങ്ക് യു മാം. നമുക്ക് ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. ആ ആരാ ഡൗട്ട് ഉള്ളതായിരിക്കും. ചോദിച്ചോളൂ. ലെക്ചർ നോട്ട് ഞാൻ ഈ നോട്ട് ഒരുമിച്ച് എഴുതിയെടുക്കുന്ന സമയം പോയി ലെക്ചർ നോട്ടൊക്കെ എഴുതി അപ്പൊ മാഡം പറയുന്ന പോയിന്റുകൾ അണ്ടർലൈൻ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ പോലെ ലെക്ചർ നോട്ട് ലെക്ചർ നോട്ട് ഞാൻ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണത് എഴുതിയെടുത്താൽ മതി. നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഓൾറെഡി നോട്ട് ഇടുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. നോട്ട് അങ്ങനെ ഞാൻ എഴുതിയെടുക്കുന്നുണ്ട് സമയം കിട്ടുമ്പോഴേ. ചിലപ്പോഴും ക്ലാസ് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കുഴപ്പമില്ലല്ലോ. അവർ പിന്നെ നോട്ട് എഴുതണില്ല. പിന്നെ അതില് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അടയാളപ്പെടുത്തുന്നുണ്ട്. വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി. ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് വേറൊരു പേജിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് എക്സസൈസസ് ഒക്കെ വേറെ ചെയ്യിപ്പിക്കും. ഗ്രാമർ നമുക്ക് പഠിക്കാനല്ലാണ്ട് പിന്നീട് ലെക്ചർ നോട്ട് വേറെ വല്ല ആവശ്യത്തിനായിട്ട് വേണ്ടി വരും. നമുക്ക് പഠിക്കാനല്ലാണ്ട് വേറെ ആവശ്യങ്ങൾക്ക് വരുന്നില്ലല്ലോ. ഇല്ല. നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ആ പോയിന്റ്സ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാൻ നമ്മളെ ഇഷ്ടമുള്ള രീതിയിൽ എഴുതിച്ചിട്ട് നമുക്ക് പഠിക്കാൻ നിങ്ങൾക്ക് എഴുതിയെടുത്താൽ മതി. ഓക്കെ. ഞാൻ ഈ ക്ലാസ്സിനിടയിൽ ഓക്കെ ശരി. മിസ് ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. നമ്മളിപ്പോ യൂണിറ്റ് 2 നോട്ട് ഇപ്പൊ ചെറുതായിട്ട് മിസ് പറഞ്ഞല്ലോ. അപ്പം യൂണിറ്റ് 1 നമുക്ക് നോട്ട് ഇത് എങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊന്നും നമുക്ക് അറിയില്ല. നോട്ട് 1 ശരിക്കും പറഞ്ഞാൽ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ അത് നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂമിൽ ചെന്നിട്ട് എങ്ങനെയാണൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളതുള്ളൂ. അതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള നോട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ തരാതിരുന്നത്. നമുക്ക് ഇനിയാണ് നമ്മൾ ഗ്രാമറിലേക്ക് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗ്രീറ്റിംഗ് എങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ഗ്രീറ്റ് ചെയ്യുക, ഒരു കൊച്ചിനോട് എങ്ങനെ സംസാരിക്കണം, അതിനൊക്കെ നിങ്ങൾക്ക് പറ്റാവുന്ന ഏതൊക്കെയൊന്ന് വേർഡ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കാരണം വേറെ നോട്ടിന്റെ ആവശ്യമില്ല. ഓക്കെ താങ്ക് യു.